Glory to God. Hallelujah. Praise Jesus. Praise Jesus. Hallelujah. 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 Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ശുശ്രൂഷയിൽ പരസ്പരം കാണുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മളെ സഹായിച്ചു. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ശുശ്രൂഷയുടെ 7ാമത്തെ ആഴ്ചയിൽ 2ാം ദിവസത്തിലേക്ക് കടന്നു വരാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ നാളുകളിലെല്ലാം സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിലൂടെ, തന്റെ സത്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലെ പല അവ്യക്തമായ അറിവുകളെയും ചിത്രങ്ങളെയും ഒക്കെ മാറ്റി അതിനെ വ്യക്തമാക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ഇപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ എല്ലാ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ഓരോരുത്തരും പിതാവായ ദൈവത്തിങ്കിലേക്ക് ചേരുവാനാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ ജനത്തിന് കാഴ്ച ലഭിക്കുവാൻ സ്വർഗ്ഗത്തിൽ സഹായിക്കുന്നു. ഒരു വ്യക്തി എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്, അവനോട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് മരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള ജീവിതം എങ്ങനെ, മരിച്ചാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ശുശ്രൂഷയിലൂടെ അറിയിക്കുകയാണ്. ഇത് കർത്താവ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ തക്കവണ്ണം ഒരിക്കൽ ശുശ്രൂഷയാണ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും. ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ ഇതാ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങ് നയിച്ചാട്ട പിതാവെ, അങ്ങ് നടത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, കഴിഞ്ഞ സന്ദേശത്തിൽ നാം പരീക്ഷയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഷാർജയിൽ നിന്ന് പ്രിയ സഹോദരൻ ജോബി ചോദിച്ച ചോദ്യവുമായിട്ടുള്ള ബന്ധത്തില്. എന്നാൽ അതിന് ചില തുടർ ചോദ്യങ്ങളും കടന്നു വന്നിട്ടുണ്ട്. എന്തിനാണ് പിശാച് പരീക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് സഭകളിൽ ഈ പരീക്ഷകളെ കുറിച്ചൊന്നും പറയാത്തത്? സഭകളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവര് പറയുന്ന നല്ലൊരു കാര്യം, അവര് നല്ലതൊക്കെയാ പറയുന്നേ. ആരാധിക്കണം, നാം ദൈവത്തെ ആരാധിക്കണം, ക്രിസ്തുവിനെ ആരാധിക്കണം, നല്ലതൊക്കെയാ പറയുന്നേ. പക്ഷെ പരീക്ഷയെക്കുറിച്ചൊന്നും മിണ്ടുന്നവർ ചുരുക്കം. അതെന്തുകൊണ്ടാണ്? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇന്നലെ നമ്മൾ കേട്ടല്ലോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാർ. ഇന്നലെ നമ്മൾ ഫോക്കസ് ചെയ്തത് ദൈവമാരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല സഭകളും പരീക്ഷയെ ഇല്ല, യാക്കോബ് 1:12 വെച്ചുകൊണ്ട് പരീക്ഷയെ ഇല്ല, കാരണം ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. അപ്പോ അത് വചനപ്രകാരമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. കാരണം യാക്കോബ് 1:13 പ്രകാരമാണല്ലോ പറയുന്നത്. പക്ഷേ വചനത്തിന്റെ വ്യാഖ്യാന വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞ സന്ദേശം നാം അതിനെ ചിന്തിച്ചു. അത് അങ്ങനെയല്ല. ഒരു വചനത്തെ എതിർക്കുന്ന മറ്റു വചനങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അവിടുത്തെ കോണ്ടെക്സ്റ്റ് ഒന്ന് പരിശോധിക്കണം. കഴിഞ്ഞ സന്ദേശം നാം അതിനെ ചിന്തിക്കുവാനിടയായി. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ദൈവം പരീക്ഷിക്കുമോ? തീർച്ചയായും പരീക്ഷിക്കും. ഈ ഭൂമിയിലെ ഇന്നത്തെ നമ്മുടെ സ്റ്റേജ് ഒരു പരീക്ഷാലയമാണ്.
അപ്പൊ ഇത് എന്തിനാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാതെ ജനത്തിന്, അതായത് ലക്ഷ്യമറിയാതെ ജനത്തോട് ഇടയിൽ വെച്ച് അതും ഇതും പറഞ്ഞാൽ അവർക്ക് ആകെ കൺഫ്യൂഷൻ ആകും. ദൈവത്തിന്റെ വചനം പറയുന്നു, വേർ ദർ ഈസ് നോ വിഷൻ പീപ്പിൾ പെരിഷ്. ദർശനമില്ല എങ്കിൽ ജനം നശിച്ചു പോകും, അവർ മര്യാദ വിട്ട് നടക്കും. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത്, ഏതൊരു പ്രവൃത്തിക്കും ആദ്യമേ ചെയ്യേണ്ടത് ദർശനം കൊടുക്കുകയാണ്. നീ എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത്, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അത് കൊടുത്തില്ല എങ്കിൽ തെറ്റിപ്പോകാനിടയാകും. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടു ഇതിനെതിരെ വേറൊരു വചനം, വേറെ ഒരു വചനമല്ല പല വചനങ്ങൾ നിൽക്കുന്നു. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നൊരു സ്ഥലത്ത് പറയുമ്പോൾ, ആവർത്തനം ഡിട്രോണമി അതിന്റെ 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ താഴേക്ക് എഴുതിയിരിക്കുകയാണ്, ദൈവം നിന്നെ പരീക്ഷിക്കുകയും ദൈവം നിന്നെ താഴ്ത്തുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന്. അപ്പൊ ദൈവം പരീക്ഷിക്കും. ഇനി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കണ്ടു, സാക്ഷാൽ കർത്താവ് യേശുവിനെ തന്നെ പരീക്ഷിക്കുവാൻ ദൈവം മരുഭൂമിയിലേക്ക് അയക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ഇതാ ആത്മാവ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ദൈവത്തിന്റെ നിർബന്ധമാണ് മനുഷ്യർ ഈ ഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടണം എന്നുള്ളത്. അപ്പോൾ അതിന്റെയൊക്കെ കാരണം എന്താണ്? അതുകൊണ്ടാണ് ഇന്നലെ ഒരു ദേവദാസൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് പിശാചൻ മനുഷ്യരെ പരീക്ഷിക്കുന്നത്? ഇപ്പോ പരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പ്. അത് എന്തിനാണ്? അവിടെ എഴുതിയിരിക്കുന്നു പിശാചിനാൽ പരീക്ഷ. മത്തായി 4:1 അവിടെ എഴുതിയിരിക്കുകയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇതുപോലെ നയിക്കും. പലപ്പോഴും പല സമയത്തും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിവസത്തെയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും. എഫേസ്യ ലേഖനം അതിന്റെ 6:12 മുതൽ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, ദുർദിവസം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും. അപ്പൊ ഇങ്ങനെ ദുർദിവസം എന്ന് പറയുന്നത് ഈവിൾ ഡേ എന്നാണ് ഇംഗ്ലീഷില്. അപ്പൊ നമുക്ക് എല്ലാവർക്കും യേശുവിനുണ്ടായെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതുണ്ട്. കാരണം നമ്മുടെ പ്രതിയോഗി അപ്പുറത്തെ വീട്ടിലെ സഹോദരനോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അലിയോ, ഇപ്പുറത്തെ വീട്ടിലെ ജോസഫോ, ഇപ്പുറത്തെ വീട്ടിലെ വേലായുധനോ, അല്ലെങ്കിൽ അച്ഛനോ പാസ്റ്ററോ മെത്രാനോ ഒന്നും അല്ല നമ്മുടെ പ്രതിയോഗി. നമ്മുടെ പ്രതിയോഗി അദൃശ്യനായ പ്രതിയോഗിയാണ്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ദൈവത്തിന്റെ വചനം 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച്. അപ്പോ പിശാച് എ പേഴ്സൺ വിത്തൗട്ട് ബോഡി. നമുക്കൊക്കെ ബോഡി ഉണ്ട്. ഈ പിശാച് എന്ന് പറഞ്ഞ പ്രതിയോഗിക്ക് ബോഡി ഇല്ല. ഇപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു കാഴ്ചയല്ലേ സഹോദരങ്ങളെ, നമ്മുടെ ശത്രുവാണ് ഈ വൈറസ്. ഈ വൈറസിനെ നമുക്ക് കാണാൻ പറ്റാത്ത ശത്രുവാണ് ഈ വൈറസ്. കേട്ടിട്ടില്ലേ? കാണാൻ പറ്റാത്ത ശത്രു. ഇതൊക്കെ നമുക്ക് പ്രത്യേകമായ ഒരു മുന്നറിയിപ്പ് തരികയാണ്. കാണാൻ പറ്റാത്ത ശത്രുവായ വൈറസിനോട് പോരാടി ലോകം മുഴുവൻ പരാജയപ്പെടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇതാ കാണാൻ പറ്റാത്ത പ്രതിയോഗിയായ പിശാച്, അത് അവന്റെ ഒരു സേന തന്നെയുണ്ട്. അപ്പോ നമുക്ക് അവരോട് പോരാട്ടമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് അവരാൽ തോറ്റുകിടക്കുകയാണ് ജനം. എന്നാൽ അവരെ ജയിച്ചു മുന്നേറിയ ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. തുടർന്ന് യേശു പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുക, എന്നിട്ട് നിങ്ങളും ഞാൻ ജയിച്ചതുപോലെ ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ജയിച്ചതുപോലെ ജയിക്കണം. അപ്പോ ഈ ഒരു തലം ഒന്നും ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് പരീക്ഷയെക്കുറിച്ച് ഇന്നത്തെ സഭകൾ കേൾക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകൾ തോറ്റു കിടക്കുകയാണ്. അതുകൊണ്ടാണ് കേൾക്കാത്തത്. ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാൻ പറ്റും. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും. ജയിക്കുന്നവരെ വരെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളയുകയില്ല. ജയിക്കാത്തവന് 2-ാം എണ്ണത്താൽ ദോഷം വരും. അപ്പോ ജയം 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 ഒക്കെ യേശുവിന്റെ പ്രസംഗത്തിൽ ഉണ്ടെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ഈ സഭയുടെ പ്രസംഗത്തിൽ ജയമില്ല എങ്കിൽ എവിടെയോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. റൂട്ട് മാറിപ്പോയത് കൊണ്ടാണ് ഈ ജയത്തെക്കുറിച്ച് ഇന്ന് സഭകൾ പറയാത്തത്. റൂട്ട് മാറിപ്പോയത് കൊണ്ടാണ് പരീക്ഷയെക്കുറിച്ച് സഭകൾ പറയാത്തത്. റൂട്ട് മാറിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട്, ഇതാ കൂടുതലും മലയാളികളാണല്ലോ
നിങ്ങളിപ്പോൾ ഏത് രാജ്യത്തും ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ റൂട്ട് മാപ്പിനെ കുറിച്ചും ഒക്കെ അല്പം അറിവുള്ളവരായിരിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് യാത്ര തിരിച്ചു, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ചു. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് സിംഗിൾ റോഡാ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചേർത്തലേക്ക് എത്തിക്കഴിയാറാകുമ്പോൾ ഒരു നാലുവരി പാതയാണ്. അവിടെ വെച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും. പിന്നെ അത് എറണാകുളം, കുണ്ടന്നൂർ, വൈറ്റ്ല, ആലുവ, അങ്കമാലി ക്രോസ് ചെയ്ത് അവിടെയൊക്കെ ഒരല്പം തിരക്കുണ്ട്, ട്രാഫിക് എറണാകുളം സിറ്റി കയറി പോകുമ്പോൾ. പിന്നെ അങ്കമാലി അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് അങ്ങ് വളരെ വിശാലമായി, വലിയ തിരക്കൊന്നുമില്ല, വളരെ സ്പീഡിൽ അങ്ങ് പോവുക. അപ്പൊ നിങ്ങൾക്ക് പോകേണ്ടത് കോഴിക്കോടേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ വഴിയൊന്നും അറിയുന്നില്ല എന്ന് ചിന്തിക്കുക. സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്കും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ ആ തൃശ്ശൂർ ചെന്ന് കഴിയുമ്പോൾ ആ നാലുവരി പാത നമ്മൾ അറിയാതെ തന്നെ അറിയാതെ വളഞ്ഞ് നേരെ പാലക്കാട്, കോയമ്പത്തൂര്, ഈറോഡ്, സേലം, അങ്ങനെ ബാംഗ്ലൂർക്ക് പോകും. നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തൃശ്ശൂര് ചെന്നിട്ട് ഇടത്തേക്ക് തിരിയേണ്ട ഒരു സംഭവമുണ്ട്, അത് വിട്ടുപോകും. അതങ്ങ് വിട്ടുപോയാൽ, കാരണം നമ്മുടെ മുമ്പിൽ വിശാലമായ നാലുവരി പാതയല്ലേ കിടക്കുന്നത്. തൃശ്ശൂരിലെ ഇടത്തേക്ക് തിരിയാന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, അവിടെ വളരെ വീതി കുറഞ്ഞ റോഡുകളാണ്. ആ വീതി കുറഞ്ഞ റോഡുകളിലൂടെ കയറി ഇറങ്ങി വേണം കോഴിക്കോടേക്ക് പോകാനായിട്ട്. പലപ്പോഴും പലരുടെയും ചിന്തയിൽ അത് വരില്ല, അവർ നേരെ അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത്, ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്, എഴുതിയിരിക്കുന്നല്ലോ പാലക്കാട്, കോയമ്പത്തൂര്. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ചെന്ന് യു ടേൺ എടുത്ത് തിരിച്ചു വരേണ്ടതായിട്ട് വരും. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ഒരബ്ദം ഇന്ന് നല്ലൊരു പങ്ക് സഭകൾക്ക് സംഭവിച്ചിരിക്കുക. അതുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിന്റെ അനുഗാമികൾ എന്ന് പറയുകയും യേശുവിന്റെ പ്രസംഗത്തിലുള്ള കാര്യങ്ങൾ അവരുടെ പ്രസംഗത്തിലില്ലാത്തത്. യേശുവിന്റെ പ്രസംഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഫ്രേസ് അവരുടെ പ്രസംഗത്തിൽ കാണില്ല. പക്ഷെ അവരുടെ നമ്മുടെ യജമാനനായ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ അതുണ്ടാകും. ഇനി അടുത്തത് യേശുവിന്റെ പ്രസംഗം, ജയിക്കുന്നവർ ഇത് അവകാശമാക്കും. ഈ ഒരു ഫ്രേസും തെറ്റിപ്പോയവരുടെ പ്രസംഗത്തിൽ കാണില്ല. തെറ്റിപ്പോയവരുടെ പ്രസംഗത്തിൽ നല്ലത് പലതും ഉണ്ടാകും, വേണ്ട കാര്യങ്ങൾ, ഈ പ്രധാനപ്പെട്ടത് കാണില്ല. അവരെ ആരാധനയെ കുറിച്ച് പറയും, ആരാധിക്കണം, നിങ്ങൾ നന്നായി ആരാധിക്കൂ, ഒന്നും കൂടി ഹല്ലേലൂയ പറയൂ, സ്തോത്രം പറയൂ. പിന്നെ അടുത്തത് അവർ പറയും അഭിഷേകം. അതാണ് അവരുടെ ഏറ്റവും ഉയർന്ന ആത്മീക തലം. ഇത് നല്ലതാ, ഇത് വേണ്ടെന്നല്ല, ഇത് നമുക്ക് ആവശ്യമായ കാര്യമാണ്. ഇത് രണ്ടുപേരും പറയും ആരാധന, അഭിഷേകം. എന്നാൽ യേശുവിന്റെ പ്രസംഗം നോക്കിയാൽ ആരാധനയല്ല പറയുന്നത്, അഭിഷേകമല്ല പറയുന്നത്. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ശ്രദ്ധിച്ചേ, വളരെ വൈരുദ്ധ്യം കണ്ടു. റൂട്ട് മാറിപ്പോയതാ. പിശാച് എന്ന ചതിയൻ സഭയെ റൂട്ട് മാറ്റിക്കൊണ്ടുപോയി. അതായത് കോഴിക്കോടേക്ക് പോകേണ്ട നിങ്ങളെ, ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് പോകേണ്ട നിങ്ങളെ ആദ്യമൊക്കെ നല്ല റൂട്ടായിരുന്നു. ഇതാ കോഴിക്കോട് നിന്ന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം എത്തി, എറണാകുളം നേരെ തൃശ്ശൂർ എത്തി. റൂട്ട് തെറ്റിയിട്ടില്ല. അതായത് സുവിശേഷം അറിയിച്ചു, രക്ഷിക്കപ്പെട്ടു, റൂട്ട് തെറ്റിയിട്ടില്ല. സ്നാനപ്പെട്ടു, റൂട്ട് തെറ്റിയിട്ടില്ല. അതായത് തൃശ്ശൂർ വരെ റൂട്ട് തെറ്റിയിട്ടില്ല.
അഭിഷേകം പ്രാപിച്ചു. റൂട്ട് തെറ്റിയിട്ടില്ല. അവിടം വരെ റൂട്ട് കറക്റ്റാണ്. തൃശ്ശൂര് വരെ റൂട്ട് കറക്റ്റാണ്. തൃശ്ശൂര് കഴിഞ്ഞപ്പോ ഇവരുടെ ദർശനം മാറാത്തത് കൊണ്ട് ഇനി അതായത് നേരത്തെ ലോകത്തിലെ ചിന്തയാണല്ലോ, ബിംബങ്ങൾക്ക് ധൂപം കൊടുത്തു, ബിംബങ്ങളെ ആരാധിച്ചു, ബിംബങ്ങൾക്ക് മെഴുകുതിരി കൊടുത്തു, ബിംബങ്ങളൊക്കെ വേണ്ടി ഇങ്ങനെ ആരാധിച്ചു നടന്ന അതേ ചിന്തയാണ്. ആ ബിംബങ്ങൾ ഇവർക്ക് ലോകത്തിലെ കാര്യങ്ങൾ കൊടുക്കും. ആ മൈൻഡ് സെറ്റാണ് ഉള്ളത്. ക്രിസ്തുവിന്റെ മൈൻഡ് സെറ്റ് അല്ല. ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞു കൊണ്ടുപോയി പഴയ മനസ്സിന്റെ സെറ്റപ്പിൽ, പഴയ തുരുത്തിയിൽ വെക്കരുത്. വെച്ചാൽ തുരുത്തി പൊട്ടിപ്പോകും, വീഞ്ഞും ഒഴുകിപ്പോകും. ഞാൻ ഈ പറയുന്ന ദൈവരാജ്യത്തിന്റെ മൊഴികളൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. ഇതാണ് സംഭവിച്ചത്. തൃശ്ശൂര് ചെന്നിട്ട് നേരെ നോക്കിയപ്പോ അറിയത്തില്ല, നേരെ നോക്കിയപ്പോ വിശാലമായ 4 വരി പാത പാലക്കാട് കോയമ്പത്തൂർക്ക് കിടക്കുകയാണ്. വെച്ചു വിട്ടു, അതുവഴി വെച്ചു വിട്ടു. അതുകൊണ്ട് പിന്നെ കോഴിക്കോടേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും പറയാനില്ല. കോഴിക്കോടേക്ക് പോകുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് പിന്നെ ഗുരുവായൂർ, അത് കഴിഞ്ഞ് കുറെ പോയപ്പോ കോയമ്പത്തൂർ, ഇതൊന്നും പറയാനില്ല. അതുകൊണ്ട് അവർക്ക് ആത്മാവ് പറയുന്നത് സഭ ചെവിയുള്ള കേൾക്കട്ടെ എന്നോ ജയം പ്രാപിക്കുന്നതിന് ഇത് അവകാശമാക്കുന്നൊന്നും പറയാനില്ല. റൂട്ട് മാറിപ്പോയി. പകുതി വരെ നല്ല കറക്റ്റായിട്ട് പോയതാ, ഇതിന് റൂട്ട് അങ്ങ് മാറിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, യേശു നമ്മളോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഞാൻ നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നതാ പറഞ്ഞ്. യേശു തന്റെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞത് ആരാധിക്കുക, എന്നെ ആരാധിക്കുക, ഇതാ അഭിഷേകം പ്രാപിക്കുക, ഇതൊക്കെ വേണ്ടത് തന്നെയാ. പക്ഷെ ഇതാണോ യേശു പറഞ്ഞേ? ഇതൊക്കെ നല്ലതാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ യേശു പറഞ്ഞത് ഇതൊന്നുമല്ല. യേശു ക്രിസ്തു പറഞ്ഞത് തന്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്നിട്ട് യേശു ആ ലക്ഷ്യത്തിൽ പറയാണ്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ. ഈ 2 ഫ്രേസ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ പ്രസംഗങ്ങളിൽ കേൾക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി പറയുന്നത്. കാരണം അവരുടെ ആ ഡ്രൈവിംഗ് സിസ്റ്റം തന്നെ മാറിപ്പോയി. നേരത്തെ അവരെ നയിച്ചിരുന്നത് അവർ പുസ്തകത്തിൽ നിന്ന് വായിച്ചതും ബൈബിളിൽ നിന്ന് വായിച്ചതും ഇതാ മറ്റു പലരും പറഞ്ഞത് കേട്ടതും ഇതെല്ലാം കൂടി ചേർന്ന് അവരുടെ സ്വയമായിരുന്നു അവരെ നയിച്ചിരുന്നത്, അവരുടെ ഡ്രൈവർ. പക്ഷേ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തി, അതായത് ഇപ്പൊ തൃശ്ശൂര് വരെ വന്നു അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു, ആത്മാഭിഷേകം വരെ കറക്റ്റ് ആയിട്ട് വന്നു. ആ പ്രാപിച്ച വ്യക്തിയുടെ ഡ്രൈവർ മാറി എന്നുള്ള കാര്യം അവരറിഞ്ഞില്ല. വീണ്ടും പഴയ ഡ്രൈവറെ കൊണ്ടുപോണേ. ഡ്രൈവർ മാറി. ഇവിടെ വന്നപ്പോ യേശു പറഞ്ഞത് എന്താ? ഞാൻ പോകുന്നത് എനിക്ക് പ്രയോജനം, കാരണം ഞാൻ പോയാലേ പുതിയ ഡ്രൈവർ വരും. ഉയരത്തിൽ നിന്ന് കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് വരും. ഞാൻ പോയില്ലെങ്കിൽ വരില്ല. എന്നിട്ട് ആ പുതിയ ഡ്രൈവർ എന്ത് ചെയ്യും? ഇനി ഞാനല്ല, എനിക്ക് വേണ്ടി അവൻ നിങ്ങളെ വഴി നടത്തും. അതെങ്ങനെ നടത്തും? സകല സത്യത്തിലും വഴി നടത്തും. അവൻ ആത്മാവാകുന്ന ഡ്രൈവറാണ്. അവൻ നിങ്ങളെ ഇനി ഭൂമിയുടെ മണ്ഡലത്തിൽ ഒതുക്കുകയില്ല. അവൻ നിങ്ങളെ ആത്മമണ്ഡലത്തിലേക്ക്, ഉയരത്തിലേക്ക് വഴി നടത്തും. ഇപ്പൊ തൃശ്ശൂര് വരെ വന്നിട്ട് പാലക്കാടും കോയമ്പത്തൂരും പോകാൻ വളരെ എളുപ്പം. ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഇരുന്ന് വണ്ടിയിലിരുന്ന് ഡ്രൈവ് ചെയ്താൽ മതി. പക്ഷെ കോഴിക്കോടേക്ക് പോയി ഇച്ചിരി പ്രയാസം. കാരണം ഇടത്തേക്ക് തിരിഞ്ഞുള്ള ഓരോ സെക്ഷനിൽ പലപ്പോഴും ഞാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി വഴി ചോദിക്കും, ചേട്ടാ കോഴിക്കോടേക്ക് പോകുന്നു. അപ്പൊ ഓരോരുത്തർ പറയും ഇങ്ങോട്ടേക്കാണ്. ദാ ഇങ്ങനെ ചോദിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇതേപോലെ പ്രിയ സഹോദരങ്ങളെ, വഴി തെറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പ്, ബോധം നമുക്ക് വേണം. ഡ്രൈവർ മാറിയിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചില ചിത്രങ്ങളിലൂടെ ആ സെക്ഷൻ അറിയാൻ പാടില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പരീക്ഷയെ കുറിച്ച് സഭകൾ പറയാത്തത്?
വഴി തെറ്റിപ്പോയിരിക്കുന്നത് കൊണ്ടാണ്. ഇതാ നിങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടിയതൊന്ന് ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചു. ഇതിന്റെ അക്ഷരം നോക്കണ്ട, മിറർ ഇമേജ് തല തിരിഞ്ഞേ വരികയുള്ളൂ. ഇതാ എറണാകുളത്തുനിന്ന് ഇത് ആരംഭിക്കുന്ന രംഗമാണ്. ഇത് തൃശ്ശൂരെത്തി, ഇത് കോഴിക്കോടേക്ക് പോവാ. തുടർന്ന് ഇതാ പാലക്കാടേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നാഷണൽ ഹൈവേ പോകും. പക്ഷെ കോഴിക്കോടേക്ക് പോകേണ്ടവർക്ക് ഇതാ നേരെ ആ തീരദേശ വഴി അങ്ങ് പോയി കോഴിക്കോടേക്ക് അവിടെ ചെന്ന് വീഴും. എന്നാൽ ഇതാ ഈ ചിത്രം കൂടി ചേർത്ത് മറ്റൊരു ചിത്രം കാണിക്കാം. സാധാരണ ആളുകൾ പോകുന്നത് ഇതാണ്. എറണാകുളത്ത് നിന്ന് ആരംഭിച്ചു, ഇതാ തൃശ്ശൂരെത്തി. തൃശ്ശൂരെന്ന് ഇതാ വളരെ വിശാലമായ റോഡാണ്. ഈ റോഡ് പാലക്കാട്, കോയമ്പത്തൂര് ആ ഭാഗം വഴി അങ്ങ് പോകും. വളരെ വിശാലമായ 4 വരി പാത റോഡായി പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പോകേണ്ടത് അങ്ങനെയല്ല. തൃശ്ശൂര് ചെന്നിട്ട് നമ്മൾ നേരെ പോയി കോഴിക്കോടേക്ക്, അതായത് തൃശ്ശൂരിന്ന് ലെഫ്റ്റ് എടുത്ത് കോഴിക്കോടേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ അത്ര ക്ലിയർ അല്ല എങ്കിലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. 4 വരി പാത റോഡ് കാണുമ്പോൾ നേരെ അതുവഴി തൃശ്ശൂരിൽ നിന്ന് നേരെ പാലക്കാട്, കോയമ്പത്തൂർ വഴിയൊക്കെ കയറി പോവുകയാണ്. അവർക്ക് ചെല്ലേണ്ടത് കോഴിക്കോടേക്കായിരുന്നു, പക്ഷെ പോയത് പാലക്കാട് ഭാഗത്തേക്കാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് പോകേണ്ടത് പുതിയ ജെറുസലേമിലേക്കാണ്. പുതിയ ജെറുസലേമിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇത് ആദ്യം കാണുന്നത് ഇതാ 4 ഗോസ്പലാണ്. അത് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയാണ്, ബുക്ക് ഓഫ് ആക്ട്സ്. അത് കഴിഞ്ഞാൽ ലേഖനങ്ങളാണ്. ലേഖനം കഴിഞ്ഞാൽ പിന്നെ താഴേക്കില്ല പോകണം, നേരെ മുകളിലേക്ക് പോകണം. റൂട്ട് മാറി തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അതോടെ റൂട്ട് മാറുകയായി. പിന്നെ ഇതാ പാലക്കാടേക്കല്ല പോകേണ്ടത്, ഇടത്തേക്ക് എടുത്ത് കോഴിക്കോടേക്ക് പോകണം. അപ്പോ ലേഖനം എത്തിക്കഴിഞ്ഞാൽ അതോടെ റൂട്ട് മാറി പിന്നെ നേരെ റവലേഷൻ, ബുക്ക് ഓഫ് റവലേഷൻ, വെളിപ്പാടിന്റെ പുസ്തകം. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? പുതിയ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. പക്ഷേ ഇതിനു പകരം നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെ നിൽക്കും, ഭൂമിയുടെ ചിന്തകളിൽ തന്നെ നിൽക്കും. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അടുത്തത്. അതിനു പകരം എന്ത് ചെയ്തെന്നറിയാമോ? ശ്രദ്ധിച്ചേ, ബുക്ക് ഓഫ് ആക്ട്സ്. ഈ ബുക്ക് ഓഫ് ആക്ട്സിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, സുവിശേഷം അറിയിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. പിന്നെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ ലേഖനം പറയുന്നത് എന്തുവാ? ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ആരെ? രക്ഷിക്കപ്പെട്ടവരെ. അപ്പസ്തോല പ്രവൃത്തികളുടെ പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെട്ടവരെ. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അപ്പൊ ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെങ്കിൽ ഡ്രൈവർ മാറണം. ഡ്രൈവർ മാറിയില്ലെങ്കിൽ ഉയരത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല. അതായത് KSRTC ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രൈവർ ഭൂമിയിലൂടെയാണ് അല്ലേ ആ ബസ് പോകുന്നത്. അങ്ങനെയുള്ള ആ ബസ്സിന് ഇതാ പെട്ടെന്ന് ബസ് മാറി അത് എയർബസ് ആയി. നിങ്ങൾക്കറിയാലോ എയർബസ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ്, മലയാളത്തിൽ വിമാനം എന്ന് പറയും. അപ്പോ ആ എയർബസ് ആയി കഴിയുമ്പോ ഈ KSRTC ഓടിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ് മാറണം. മൈൻഡ് സെറ്റ് മാറാതെ താനിപ്പോൾ ഒരു വിമാനത്തിന്റെ പൈലറ്റാണ്. വിമാനം താഴെ കൂടി ഓടാനുള്ളതല്ല, വിമാനം മുകളിലേക്ക് ഉയർന്നു പോകാനുള്ളതാണ്. അപ്പൊ ബസ് മാറി എയർബസ് ആയ വിവരം ഈ മനുഷ്യൻ അറിഞ്ഞ് അതിന് തക്കവണ്ണം ഡ്രൈവറെ മാറ്റിയില്ല എങ്കിൽ, കർത്താവ് അയച്ച പുതിയ ഡ്രൈവർ പരിശുദ്ധാത്മാവ്, ഞാൻ പോകുന്നെങ്കിൽ പ്രയോജനം, ഞാൻ പോയാൽ
കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ പുതിയ ഡ്രൈവർ വരണം. ഇതുകൊണ്ടാ കർത്താവിന്റെ ഓരോ മെസ്സേജിലും പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ ഈ സഭ കേട്ടെങ്കിൽ മാത്രമേ ഈ സഭയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാനും ജയം പ്രാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനും കഴിയുകയുള്ളൂ. അല്ലാതെ വീണ്ടും പഴയ KSRTC ഓടിക്കുന്ന ഡ്രൈവറെ പോലെ അവിടെ നിന്നും കേട്ടു, കുറച്ച് ഈ പ്രസംഗത്തിനും കേട്ടു, കുറച്ച് ബൈബിളിൽ നിന്നും വായിച്ചു, കുറച്ച് അവിടെ നിന്നും കേട്ടു. ഇതല്ല നമ്മൾ പറയേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വേണം പറയാനായിട്ട്. അപ്പോഴത് കേൾക്കുമ്പോൾ തന്നെ ജനത്തിന്റെ ഉള്ളിൽ ഒരു പുതുമ അനുഭവപ്പെടും. ഇത് ദൈവത്തിൽ നിന്നാണല്ലോ എന്നവർക്ക് മനസ്സിലാകും. മാത്രമല്ല അത് അങ്ങനെ കേട്ടാൽ അതവരെ ജയത്തിൽ കൊണ്ട് എന്ന് അവസാനിപ്പിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറ്റിയ പറ്റെന്ന് പറയുന്നത്, നമ്മളുടെ ചുറ്റുമുള്ള നല്ലൊരു പങ്ക് സഭകൾ അവർ നന്നായി ആരംഭിച്ചു. എ ഗുഡ് സ്റ്റാർട്ട്, നന്നായി ആരംഭിച്ചു. രക്ഷ, സ്നാനം, അഭിഷേകം നന്നായി ആരംഭിച്ചു. തൃശ്ശൂർ വരെയുള്ള യാത്ര ക്ലിയർ ആയതുപോലെ. പക്ഷെ അവിടെ നിന്ന് വഴിതെറ്റി. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തിയുടെ ഡ്രൈവർ മാറണം. ഇനി മനുഷ്യന്റെ സ്വയമല്ല അവന്റെ ഡ്രൈവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇതാണ് ലേഖനങ്ങളിൽ പറയുന്ന കാര്യം. ഇവിടെ എത്തുമ്പോ ലേഖനങ്ങളിൽ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവാൽ നടത്തപ്പെടുന്നവനാണ് ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ. അതായത് ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗങ്ങളെ, ഈ ഒരു തലം നമുക്ക് കടന്നു വരുന്നുണ്ടോ? ദൈവാത്മാവാൽ നാം നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സോള് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു ബാങ്ക്, നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ ഇരിക്കും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവ് ഇരിക്കുന്ന ഡെയിലി ബ്രെഡാ നമ്മുടെ സോള്. കാരണം നമ്മൾ പുതിയ സൃഷ്ടിയിലേക്ക് ആയി കഴിഞ്ഞു. നമ്മൾ എന്ന് പറയുന്നത് ആത്മാവാണ്. ഞാൻ വീണ്ടും ജനിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവാണ്. വിത്ത് സിറ്റിസൺഷിപ്പ് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ പൗരത്വത്തോടു കൂടിയ ആത്മാവ്. അപ്പോൾ തന്നെ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ തക്കവണ്ണം ഒരു സോൾ ഉണ്ട്, ഒരു ദേഹിയുണ്ട്. ആ ദേഹി എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട്, ജസ്റ്റ് ലൈക്ക് എ നോട്ടീസ് ബോർഡ്. രാവിലെ അല്ലെങ്കിൽ ഏത് സമയം എപ്പോഴാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ആത്മാവിൽ നമ്മൾ ക്രിസ്തുവുമായി ഏകാത്മാവാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് ക്രിസ്തുവാണ്. പുതിയ സൃഷ്ടിയുടെ ആത്മാവ് ക്രിസ്തുവാണ്. അവിടെ നിന്ന് ഓരോ ദിവസവും നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ സോളാണ് ചിന്തിക്കുന്നത്. ആ ചിന്തിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിന്റെ ചിന്ത സോള് ചിന്തിച്ച്, തുടർന്ന് സോളിന്റെ വർക്കറാണ് ബോഡി. ഈ ബോഡി സോളിന്റെ വർക്കറാണ്. സ്പിരിറ്റ് ഡയറക്ടറും സോള് മാനേജറും ബോഡി വർക്കറുമാണ്. അങ്ങനെ ഇതാ ദൈവം തന്റെ ചിന്തകൾ ആത്മാവിൽ നിന്ന് ഓരോ നിമിഷവും നമ്മുടെ ദേഹിയിലേക്ക് ഇട്ടു തരുമ്പോ ദേഹി അതുകൊണ്ട് പ്രകാശിക്കും. രാവിലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പല സ്ഥാപനങ്ങളും നോട്ടീസ് ബോർഡ് ഇട്ടിട്ടുണ്ടാകും. അവിടെ പിൻ ചെയ്ത് വെക്കാം, ഇതാ ചാക്കോ ടെക്നീഷ്യൻ ഇന്നിന്ന ജോലികൾ ചെയ്യണം, 1 2 3. ഇതാ ഷിജോ എന്ന എഞ്ചിനീയർ ഇന്നിന്ന ജോലികൾ ചെയ്യണം, 1 2 3. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ സോളിലേക്ക് ഇത് ഡ്രോപ്പ് ചെയ്യും. അതിന്റെ പേരാണ് വെളിപ്പാട്. ഇതാണ് കർത്താവ് ആദ്യം പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ നിങ്ങൾ പലരും പറയുന്നുണ്ട്, സഹോദര എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ പറയുന്നവരെ ഓർത്ത് എനിക്കൊന്ന് സങ്കടമുണ്ട്. രണ്ടാമത് അവർക്ക് ഇതാ 1 2 ഗുളികകൾ പോലെ 1 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാനായിട്ട് ചെക്ക് പോയിന്റ്സ് തരാം. ഇതൊന്ന് കഴിച്ചു നോക്ക്. 1, വീണ്ടും ജനിച്ചതാണോ എന്ന് ചെക്ക് ചെയ്യേ. കാരണം വീണ്ടും ജനിക്കാത്തവർക്ക് ഈ ഫെസിലിറ്റി ഫംഗ്ഷൻ ആകത്തില്ല ഒരിക്കലും. കാരണം ഇന്ത്യയിലെ റേഷൻ കാർഡ് ഇന്ത്യയിലുള്ളവർക്കേ ഉള്ളൂ, പുറമുള്ളവർക്കില്ല. വീണ്ടും ജനിച്ചവനാണോ, സ്വർഗത്തിലെ സിറ്റിസൺ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. 2,
വീണ്ടും ജനിച്ചവരാണ് എങ്കിൽ ഇത് കിട്ടുന്നില്ല എങ്കിൽ ഇനി രണ്ടാമത്തേത്, നിങ്ങളുടെ ആ നോട്ടീസ് ബോർഡ് പൊടി പിടിച്ച് മൂടിക്കിടക്കുവാണോ? അതായത് ലോകത്തിന്റെ പൊടി പിടിച്ച് മൂടിക്കിടന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവാത്മാവ് സംസാരിക്കുന്നത് ലോകത്തിന്റെ മയമുള്ളവന് കേൾക്കാൻ പറ്റില്ല, ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയുകയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. ഇതൊന്നുമില്ലാതെ അതിലേക്ക് എത്തുകയില്ല. അവസാന കാലങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ ജയിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. കാരണം ആ സമയങ്ങളിൽ പലപ്പോഴും ഒരുപക്ഷെ ബൈബിൾ നമ്മുടെ കൈ കിട്ടണമെന്നില്ല വായിക്കാൻ. പലപ്പോഴും ഒരു ദൈവവചനത്തിനൊരു ക്ഷാമം അനുഭവപ്പെടും. ഈ ലോകത്തിൽ നല്ല ദൈവദാസന്മാരെ കാണില്ല. ഒരു പക്ഷെ ജയിലിലായിരിക്കാം, അല്ലെങ്കിൽ അവരെ കൊന്നിട്ടുണ്ടാകാം. ഈ സമയത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ അകത്തെ ദേവാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വചനം നമ്മുടെ സോളിലേക്ക് കിട്ടണം. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല അന്ത്യനാളുകളിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യഥാർത്ഥം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹോദരങ്ങൾ സഭകൾ നല്ലൊരു പങ്ക് നന്നായിട്ട് ആരംഭിച്ചു. അവരാരംഭിച്ചു 4 ഗോസ്പൽ, അതോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ സുവിശേഷ പ്രവർത്തനം. അതിലൂടെ രക്ഷിക്കപ്പെട്ടു, തുടർന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ലേഖനങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴേ ലേഖനങ്ങളിലെ ചിന്തകൾ പറയണോ, നിങ്ങളുടെ ഡ്രൈവർ മാറി, ഇനി നിങ്ങൾ ബസ്സല്ല എയർ ബസ് ആണ് എന്ന് ആ ട്രാൻസ്പോർട്ട് ബസിന്റെ ഡ്രൈവറെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ഇനി നിങ്ങൾ വെറും മനുഷ്യരല്ല, ദൈവപുത്രന്മാരാണ്. ഇനി നിങ്ങളുടെ സ്വയത്താൽ നയിക്കപ്പെടേണ്ടവരല്ല, നിങ്ങൾ ദൈവപുത്രന്മാരായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവാൽ നയിക്കപ്പെടേണ്ടവരാണ് എന്ന് ഈ ലേഖനങ്ങളിലൂടെ സന്ദേശം നമുക്ക് തരുമ്പോൾ, ഇത് പറഞ്ഞു തരുവാൻ കഴിവുള്ള വ്യക്തമായ ആത്മാവാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് സഭയ്ക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രിയ സഹോദരങ്ങളെ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര മുകളിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നേരെ ചുവന്ന ലൈൻ കണ്ടോ, ഈ ചുവന്ന ലൈൻ വീണ്ടും ഭൂമിയിലേക്ക് തന്നെയാ ലൈൻ പോയിക്കണേ, ഭൂമിയിലേക്ക് തന്നെയാ ഈ ലൈൻ പോയിക്കണേ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഫിലിപ്പിയ ലേഖനം പറയുകയാണ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ലേഖനത്തിൽ എല്ലാം പറയുന്നത് ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ള ചിന്തിപ്പീൻ. മനുഷ്യപുത്ര, നീ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ നാമത്താൽ ദൈവപുത്രനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഭൂമിയിൽ അവസാനിക്കേണ്ടവനല്ല, നീ ഭൂമിയെ വാഴേണ്ടവനാണ്. അതുകൊണ്ട് ഇനി ഭൂമിയിലുള്ളതല്ല, യേശുക്രിസ്തുവിനോടുകൂടെ നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് വചനത്തിലെ ലേഖനത്തിലൂടെ നമുക്ക് ആഹ്വാനം നൽകിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വീണ്ടും ഭൂമിയിലുള്ളതിനെ തന്നെ ചിന്തിച്ചിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവരുടെ അവസാനം നാശം. ഇവിടെ വെച്ച് വഴിമാറിയില്ല, ലേഖനങ്ങളിൽ വെച്ച് വഴിമാറണം, വഴിമാറണം. ഈ ലോകത്തിന് അനുരൂപമായി വീണ്ടും ഓടുകയല്ല, വഴിമാറണം. പ്രിയ സഹോദരങ്ങളെ, പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, ഞങ്ങളിപ്പോ പ്രയർ ഹോള് മാറിയല്ലോ, നിങ്ങളുടെ ആരാധന രീതി മാറിയല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇതൊന്നും മാറ്റാനല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. മക്കളെ, ഇനിയും ഈ ലോകത്തിന് അനുരൂപമാകാതെ, കാരണം ഈ ലോകത്തിന്റെ അനുരൂപത എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന തീപ്പകയിലേക്ക് പോകുന്ന ഒരു ജീവിതമാണ്. പക്ഷെ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പിതാവ് ഒരുക്കിയിരിക്കുന്നത് ഇവിടം കൊണ്ട് തീരുന്ന ജീവിതമല്ല. പകരം നമ്മൾ ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടെ നിത്യം വസിച്ച ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴേണ്ട ഒരു ചിന്തയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാം. Lord, I love you. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം ശ്രദ്ധിച്ചേ. അവിടെ 1-2 വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എല്ലാവരും വേണ്ട, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിന്റെ അർത്ഥം അപ്പസ്തോല പ്രവൃത്തി കഴിഞ്ഞവർ, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർ, അവരെ കുറിച്ചായി പറയുന്നത്.
അപ്പസ്തോല പ്രവൃത്തി കഴിഞ്ഞവർ, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർ, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നോണ്ട് ഉയരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് വേണമെങ്കിൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രൈവർ വേണം, പരിശുദ്ധാത്മാവ് വേണം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. പിന്നെ വ്യക്തമായി പറയണം, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, അങ്ങനെയാണോ നമ്മുടെ ജീവിതം? ഇതാണ് ലേഖനം നമ്മളോട് പറയുന്നത്. ഇങ്ങനെയാണോ നമ്മുടെ ജീവിതം? വീണ്ടും നമ്മൾ എങ്ങോട്ടൊക്കെ നമ്മളുടെ റെഫറൻസ് പോയിന്റ് വെക്കണേ? ചുറ്റുമുള്ള സഹോദരങ്ങൾ, ചുറ്റുമുള്ള അച്ഛൻ, മെത്രാൻ, പാസ്റ്റർ, ഇവരൊക്കെ എന്താ ചെയ്യണേ? സഹോദരങ്ങളെ, അവരെയൊക്കെ നാം റെസ്പെക്ട് ചെയ്യണം. പക്ഷെ നല്ലൊരു പങ്ക് ഇവിടെ വെച്ച് ലേഖനത്തിൽ വെച്ച് വഴിമാറിയിട്ടില്ല. അവര് വീണ്ടും നേരെ പോയിക്കൊണ്ടിരിക്കണ ഈ ഭൂമിയുടെ കാര്യങ്ങൾ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്നും ഭൂമിയിലുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഉയരത്തിലുള്ളതല്ല. അപ്പൊ അവരെ നമ്മൾ മാതൃകയാക്കാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടില്ല. പകരം കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, ആ യേശുവിനെ മാതൃകയാക്ക്, യേശുവിനെ മാതൃകയാക്ക്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോ നമ്മൾ ആ സാക്ഷികളെ നോക്കാനല്ല പറഞ്ഞേ, വിശ്വാസ നായകനും പൂർത്തിവർത്തനുമായ യേശുവെ നോക്കുക. എബ്രായലേഖനം 12 പറഞ്ഞേ, 1 പത്രോസ് 2-ാം അധ്യായം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. യേശു പറയാണ്, ഞാൻ ഇതാ നല്ല കാൽച്ചുവടുകളെ വെച്ചു പോയിരിക്കുന്നു, നിങ്ങൾ എന്റെ മാതൃക പിന്തുടരുക. അപ്പോ ഇവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ, ഭൂമിയിലുള്ളതിൽ ഉയരത്തിലുള്ള ചിന്തിക്കണമെങ്കിൽ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കണം. ഇത് യേശുവിന്റെ വാക്കാണ്, യേശുവിന്റെ വാക്ക്. ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് സഭകളിൽ പരീക്ഷകളെ കുറിച്ച് പറയുന്നില്ല? പരീക്ഷയെക്കുറിച്ച് പറയുന്നില്ല. പരീക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയാത്തത്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും പറയുന്നില്ല. യേശു പറഞ്ഞതുപോലെ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്നും പറയുന്നില്ല. യേശു പറഞ്ഞതുപോലെ. പിന്നെ അവർ ഈ ലൈനിലേക്ക് പോയിട്ട് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ആരാധിക്കണം, പിന്നെ ഏറ്റവും വലിയ ആത്മീയ അഭിഷേകം പ്രാപിക്കണം. ഇതൊക്കെ നല്ലതാ, അതൊക്കെ വേണ്ടതാ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇങ്ങോട്ടേക്ക് എത്തത്തില്ല. ആരാധിക്കേണ്ടത് ഏതൊരു ദൈവവൈതലിന്റെയും കടമയാണ്. അത് ഏത് മതക്കാരനും അവന്റെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിക്കുന്നത് സ്വർഗരാജ്യാവകാശമാക്കാനല്ല. അഭിഷേകം പ്രാപിക്കുന്നത് ഈ ഭൂമിയിൽ കർത്താവ് ഏൽപ്പിച്ച ഗ്രേറ്റ് കമ്മീഷൻ ചെയ്തെടുക്കാനുള്ള ശക്തിയാണ് അഭിഷേകം. വചനത്തിൽ എങ്ങും പറഞ്ഞിട്ടുള്ള അഭിഷേകം പ്രാപിച്ചവൻ സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന്. പകരം അഭിഷേകം പ്രാപിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് സകല ജഡത്തിന്റെ മേലും പകരും. അത് വാഗ്ദത്തമാണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജെറുസലേമിലെ, ശമരിയായാലും ഇതാ യഹൂദയായാലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അതായത് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. അല്ലാണ്ട് സ്വർഗരാജ്യ അവകാശമാക്കുന്നല്ല. സ്വർഗരാജ്യ അവകാശം കർത്താവ് പറഞ്ഞത്, എന്നോട് കർത്താവെ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ സ്വർഗരാജ്യ അവകാശമാക്കത്തുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് പരീക്ഷയെക്കുറിച്ച് സഭകളിൽ പറയാത്തത്? അതിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, എന്തുകൊണ്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്നതുപോലെ യേശു പറഞ്ഞതുപോലെ പറയാത്തത്? അതോടുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്, എന്തുകൊണ്ടാണ് ജയിക്കണമെന്ന് യേശു പറഞ്ഞതുപോലെ പറയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിൽ വെച്ച് തൃശ്ശൂരിൽ വെച്ച് യാത്ര, കോഴിക്കോടേക്ക് പോകേണ്ട യാത്ര ഇടത്തേക്ക് തിരിഞ്ഞ് കോഴിക്കോടേക്ക് പോകാതെ നേരെ വിശാലമായ റോഡ് കണ്ടിട്ട് നേരെ പാലക്കാട്, കോയമ്പത്തൂർ വഴി ബാംഗ്ലൂർക്ക് പോയതുപോലെ ആയിപ്പോയി ഇന്ന് സഭകളിൽ നല്ലൊരു പങ്ക്. എന്നാൽ അവിടെ വെച്ച റോഡ് മാറി ഇടുക്കമുള്ള റോഡ്, ഈ തൃശ്ശൂർ പട്ടണത്തിലെ ഇടുക്കമുള്ള റോഡിലേക്ക് കയറണം. കാരണം കോഴിക്കോടേക്ക് പോകണമെങ്കിൽ ആ ഇടുക്കമുള്ള റോഡിൽ കയറിയേ പറ്റൂ. അല്ലാണ്ട് വിശാലമായ റോഡിലൂടെ കയറിപ്പോയാൽ നടക്കില്ല കാര്യം. അല്ല, ഇടുക്കമുള്ള റോഡിൽ കയറാതെ വിശാലമായ റോഡിൽ പോയി ഇതാ വീണ്ടും ഭൂമിയിലുള്ളത് തന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18 മുതൽ വായിക്കുമ്പോൾ അവിടെ ദേവദാസൻ പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ, ആരാണ് നിങ്ങൾ? രക്ഷിക്കപ്പെട്ടവരോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ടും പറയുന്നു. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുകയാണ്. അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്.
പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു യാത്ര ഇങ്ങനത്തെ ഒരു ഭൂമിക്ക് അതീതമായ അല്ലെങ്കിൽ ഭൂമിയെ അനുസരിച്ച് ലോകത്തിനനുസരിച്ച് പോയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. ഇവിടെ കരഞ്ഞുകൊണ്ട് പറയുന്നു, ക്രിസ്തുവിന്റെ ക്രൂശിത ശത്രുക്കളായി നടക്കുന്നു. എന്നിട്ട് പറയാണ് അവരുടെ അവസാന നാശം. എന്തുകൊണ്ടാണ്? അവരുടെ ദൈവം വയറ്. അവർ ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട നമ്മുടെ റൂട്ട് മാറിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. റൂട്ട് മാറിയിട്ടുണ്ടോ? റൂട്ട് മാറിയവന് മാത്രമേ പരീക്ഷയും ആത്മാവ് പറയുന്നത് കേൾക്കുന്നു, പരീക്ഷ ജയം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കണക്ഷൻ ശ്രദ്ധിച്ചോ? കർത്താവ് എപ്പോഴും പറയുന്നത്, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഡ്രൈവർ മാറി. റോമ 8:14 പറയുന്നത്, ഇതാ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആ ഒരു വചനം വെച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കൂട്ടത്തിൽ അതല്ലാതിരിക്കാൻ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? അവരങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തന്റെ വചനം കൊണ്ടാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. റോമലേഖനം 8:14 നിങ്ങൾക്ക് എല്ലാവർക്കും കാണപ്പെടാറിയുന്ന വചനമായിരിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇത്രയും നാള് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ സ്വയമാണ് നയിച്ചുകൊണ്ടിരുന്നേ. ഇന്ന് സ്വയമാണോ നയിക്കുന്നേ? അങ്ങനെയെങ്കിൽ നമ്മൾ ആ KSRTC ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് തുല്യമാ. ബസ് എയർബസ് ആയ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ കുറിച്ച് യോഹന്നാൻ 1:12 പറയാണ്, യേശുവിനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകാൻ അധികാരം കിട്ടി, ബസ്സിന് എയർബസ് ആകാൻ അധികാരം കിട്ടി എന്നതുപോലെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആള് മാറണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ആത്മാവിനെ നയിക്കപ്പെടുന്നവർ ഏവരുമാണ് ദൈവത്തിന്റെ മക്കൾ. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് പരീക്ഷ വരുന്നത്. ആത്മാവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പറയാണ് ജയിക്കുന്നവൻ. അതിന്റെ അർത്ഥം ഈ ആത്മാവ് പറയുന്നതിന്റെയും ജയത്തിന്റെ ഇടയിൽ എന്തു വന്നു? പരീക്ഷ വന്നു. ശ്രദ്ധിച്ചേ, ടീച്ചർ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ടീച്ചർ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓപ്പൺ ഹൗസ് ഉണ്ട്, റിസൾട്ട്. പക്ഷെ അതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? ഒരു പരീക്ഷയുണ്ട്. ശരിയല്ലേ? അപ്പോ യേശു പറയുന്ന വാക്കുകളുടെ ഇടയിൽ പരീക്ഷയുണ്ട്. ആത്മാവ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ആ രംഗം എല്ലാ സഭകളോടും പറയുന്ന ഒരേ പാറ്റേണില്ല, ഒരൊറ്റ പാറ്റേണിലാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ലേഖനം കഴിഞ്ഞിട്ട് വേണം എങ്ങോട്ടേക്ക് കയറാൻ. ലേഖനം കഴിഞ്ഞിട്ട് വേണം, ലേഖനങ്ങൾ കഴിഞ്ഞ് 4 സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തി, ഇവിടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ലേഖനം, ഇല്ലേ? ലേഖനങ്ങൾ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയെങ്കിൽ മാത്രമേ, ഉയരത്തിലേക്ക് ചിന്തിച്ചെങ്കിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം വരുന്നുള്ളൂ. ഇന്ന് ആളുകൾക്ക് വെളിപ്പാട് പുസ്തകം വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ 1-2 കുതിരയുടെ കാര്യം പറഞ്ഞാൽ നിർത്തും. കർത്താവ് യേശു 2-ാം അധ്യായം 3-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ഒക്കെ പറഞ്ഞിട്ടുള്ള ജയത്തിന്റെ കാര്യത്തേക്ക് ഒരുത്തരും മിണ്ടില്ല. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ള കേൾക്കട്ടെ എന്ന് ഒരുത്തരും മിണ്ടില്ല. പരീക്ഷയുണ്ടെന്നുള്ള കാര്യം ഒരുത്തരും മിണ്ടില്ല. കാരണം ആ ഭാഗങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കാരണം റൂട്ട് മാറിപ്പോയി, നേരെ താഴേക്കാ പോയേക്കണേ. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു, അവരുടെ അവസാന നാശം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ പരീക്ഷയുടെ പ്ലേസ് എന്ന് പറയുന്നത് ആത്മാവ് പറയുന്നത് ചെവിയുള്ള കേൾക്കട്ടെ എന്നതിന്റെയും അതിനുശേഷം ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുന്നു ആക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഇടയിലാണ് പരീക്ഷയുടെ സ്ഥാനം. അപ്പോൾ എങ്ങനെയാ ഈ ആത്മാവ് പറയുന്നത് ചെവിയുള്ള കേൾക്കട്ടെ എന്ന് പറയാത്തവരും ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്നും പറയാത്തവര് അതിന്റെ ഇടയിലുള്ള പരീക്ഷയെ കുറിച്ച് എങ്ങനെ അറിയും? അവര് പറയുന്നത് ഇന്നലെ ചോദ്യം പോലെ സഭയെ പരീക്ഷയൊന്നും നമുക്കില്ല, എന്തിനാ നമുക്ക് പരീക്ഷ എന്ന് ചോദിച്ചതുപോലെ ഇരിക്കും. ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർ ഇന്നലത്തെ പോയി കേൾക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ സഭയോടെ പറയുന്നത്, എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇതുപോലെ 7 സഭയ്ക്കും പറയുന്ന ഒരു ഒറ്റ പാറ്റേണില്ല. എന്നിട്ട് ആ സഭയുടെ നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞതിന് ശേഷം
അതിന്റെ അവസാനം പറയുകയാണ് 7-ാം വാക്യം. അത് ഞാനും വായിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് നമ്മൾ സാധാരണ കേൾക്കില്ല ലോകത്തിൽ സഭകളിൽ. അങ്ങനെ കേൾക്കുന്നവരുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ആര് പറഞ്ഞതുപോലെ? നമ്മുടെ ഗുരുനാഥനായ നമ്മുടെ രക്ഷകനായ യേശു പറഞ്ഞതുപോലെ. നമ്മൾ യേശുവിന് ഈശ്വരന്മാരല്ലേ? യേശു പറഞ്ഞതല്ലേ നമ്മളും പറയണ്ടേ? ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ ഇത് ടീച്ചർ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ കേട്ടല്ലോ, ആത്മാവ് നമ്മളുടെ ആത്മാവിൽ നിന്ന് പറയുന്നത് നമ്മുടെ സോളിലേക്ക് വന്ന് വീഴും. എപ്പോഴും വീണുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും അനുഭവിക്കുന്നത്. ഇന്നും ഞാൻ എൻ്റെ ഒരു സഹോദരനോട് ഞാൻ പറയുണ്ടായി, ഇതാ ഇന്ന് എനിക്ക് തന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഇത് ഇസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ആരോ ഇതാ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്തോ ഇട്ടു തന്നു, പണം ഇട്ടു തന്നു എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഇങ്ങോട്ട് ചിന്തകൾ ഇട്ടു തന്നുകൊണ്ടേയിരിക്കും. അതൊരു നോട്ടീസ് ബോർഡ് പോലെയാണ്. നിങ്ങൾ അതേ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവിടെ ചിന്ത വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് ആത്മാവ് നയിക്കുക എന്ന് പറഞ്ഞാൽ. ആത്മാവ് നമ്മളെ നയിക്കും, നമ്മുടെ നടത്തും, നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും ഒക്കെ ദൈവത്തിന്റെ ആത്മാവായി മാറുകയാണ്. അപ്പോ ഇവിടെ അതാണ് കർത്താവും പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് പറയുന്നത് പോലെയാണത്. ഇനി അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് ജയിക്കുന്നവനെ കുറിച്ചാണ്. അപ്പൊ ടീച്ചർ കുട്ടികളോട് പറഞ്ഞാൽ ഉടനെ ജയമില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആദത്തിന് പോലും തിന്നാൻ കിട്ടാത്ത സാധനമാണിത്. രക്ഷിക്കപ്പെട്ട നമുക്കും കിട്ടിയിട്ടില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സഭയോടെ സംസാരിക്കുന്നത്. ജയിക്കുന്നവനെ അത് കിട്ടുകയുള്ളൂ, ജയിക്കുന്നവന്. അതുകൊണ്ട് സഭയെ ശ്രദ്ധയോടെ കേക്ക്. ജയിക്കുന്നവനെ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവത്തിന്റെ ഫലം തിന്നാൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ 2 പോയിന്റ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ 2 പോയിന്റുകളാണ്. ഒന്ന്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് ടീച്ചർ സംസാരിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ടീച്ചർ. പരിശുദ്ധാത്മാവാണ് നമ്മൾ നയിക്കുന്നത്. അതിനുശേഷം ജയം എന്ന് പറയുന്നു. അപ്പൊ ടീച്ചർ സംസാരിച്ചതിന് ശേഷം ഇതാ സ്കൂളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കി. അതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? ജയം വേണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? പരീക്ഷയുണ്ട്. ടീച്ചർ സംസാരിച്ചതിന് ശേഷം, പഠിപ്പിച്ചതിന് ശേഷം പരീക്ഷയുണ്ട്. അപ്പോ ഇത് രണ്ടും പറയാത്ത സഭകൾ, അതായത് ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവരുടെ നാഥനായ യേശു പറഞ്ഞതുപോലെ പറയാത്ത സഭകൾ, ജയം പ്രാപിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്ന് അവരുടെ നാഥനായ യേശു പറഞ്ഞതുപോലെ പറയാത്ത സഭകൾ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒളിച്ചു കിടക്കുന്ന പരീക്ഷയെക്കുറിച്ച് എങ്ങനെ പറയും? അവർക്ക് പരീക്ഷയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അവർക്ക് ആകപ്പാടെ പറയാൻ പറ്റുമോ? ഇന്നലെ പറഞ്ഞതുപോലെ പരീക്ഷയൊന്നും നമുക്കില്ല. ദൈവവചനം ഉണ്ടല്ലോ, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് ദൈവവചനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരവസാനിക്കുകയാണ്. പക്ഷേ ഇതാ ദൈവം തിന്മ കൊണ്ട് ആരെയും പരിശോധിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. പകരം ദൈവം നന്മ കൊണ്ട് നമ്മളെല്ലാം, നന്മ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മളെ പരിശോധിക്കുന്നു. ഇതുകൊണ്ടാണ് ആവർത്തനം 8:2 പറയുന്നത്, അവൻ നിങ്ങളെ പരീക്ഷിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി, നീ ദൈവകൽപ്പന അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിവാനുമായി. അതായത് നമ്മളെ ഒന്ന് പ്രൂവ് ചെയ്യുകയാണ്. ദൈവകൽപ്പന അനുസരിക്കുമോ ഇല്ലയോ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത്. ഇതാണ് സാക്ഷാൽ കർത്താവ് യേശുവിനെയും ആത്മാവും മരുഭൂമിയിലേക്ക് നയിച്ചത്, മരുഭൂമിയിലേക്ക് നടത്തിയത്. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ചു. ഇന്നലെ ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഇതാ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യം പറയുന്നത്, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശുവിനെ പരീക്ഷിക്കാൻ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവ് തന്നെ. ദൈവത്തിന് നിർബന്ധമുണ്ട് ഏതൊരു മനുഷ്യനെയും പരിശോധിക്കണം. എന്നാൽ ഇന്നലെ നിങ്ങൾ കേട്ടല്ലോ, ഈ കുട്ടികളെന്ന് വിളിച്ചു ചോദിച്ചാൽ അവർക്ക് ആർക്കും പരീക്ഷയ്ക്ക് യാതൊരു താല്പര്യമില്ല. പരീക്ഷ ഇല്ലാത്ത ഒരു കരിക്കുലം ഉണ്ടെങ്കിൽ അതാണ് അവർക്ക് താല്പര്യം. ഇതേപോലെ ഇന്ന് സഭകളിലുള്ള നമുക്കും താല്പര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയെ വേണ്ട.
പക്ഷേ ദൈവം എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം, ആ പർപ്പസ് ദൈവത്തിനറിയാം. ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരീക്ഷ വേണ്ട എന്ന് പറയുന്നത്. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സഭകൾ പരീക്ഷയെക്കുറിച്ച് പറയാത്തത്. അവർ തുടക്കം വളരെ നല്ല രീതിയിൽ നടന്നു. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക. അതിന്റെ അർത്ഥം സുവിശേഷീകരണത്തിന്റെ പ്രാഥമിക തലമൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. പക്ഷേ റൂട്ട് മാറേണ്ടത്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും റൂട്ട് മാറേണ്ട സമയം വന്നപ്പോൾ ഡ്രൈവറായ തന്റെ സ്വന്തം ഡ്രൈവിംഗ് മാറ്റി പരിശുദ്ധാത്മാവിനെ ഡ്രൈവിംഗ് കൊടുക്കേണ്ട സമയം വന്നപ്പോ അവർക്കത് മനസ്സിലായില്ല. അതിൽ നയിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാനായിട്ട് വേണ്ടത്ര ഗൈഡൻസ് അവർക്ക് കിട്ടിയില്ല. പിന്നെ ഗൈഡൻസ് കിട്ടിയിട്ടും പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണ് അവർ അത് വേണ്ട എന്നും വെച്ചത് കൊണ്ട് അവർക്ക് അവരുടെ നാഥനായ യേശു പറഞ്ഞതുപോലെ ആത്മാവ് നയിക്കപ്പെടുന്നതോ ജയം പ്രാപിക്കുന്നതോ അതിന്റെ ഇടയിലുള്ള പരീക്ഷയെക്കുറിച്ചോ പറയാൻ അവർക്ക് അറിയത്തില്ല. അവർക്ക് ആകപ്പാടെ അറിയാവുന്ന രണ്ട് കാര്യം. അത് നല്ലതാണ്, ആരാധന, അഭിഷേകം. ആരാധന നല്ലതാണ്, അഭിഷേകം നല്ലതാ. പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർഗരാജ്യം അവകാശമാക്കില്ല. ദൈവിഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യം അവകാശമാക്കും. ഇനി അടുത്ത ചോദ്യം പരീക്ഷയെക്കുറിച്ച് തന്നെയാണ്. പരീക്ഷ എന്തിനാ പരീക്ഷ? പരീക്ഷ എന്തിനാ? പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറയുണ്ടായി. പരീക്ഷ എന്തിനാ? ഈ ഭൂമിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് പരീക്ഷ നടത്തുന്നു. എന്തിനാ ഈ പരീക്ഷകൾ? കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്നത്. കൊച്ചു പരീക്ഷ, 1ാം ക്ലാസ്സിലെ പരീക്ഷ, 2ാം ക്ലാസ്സിലെ പരീക്ഷ, 3ാം ക്ലാസ്സിലെ പരീക്ഷ, അങ്ങനെ പോയി ഡിഗ്രി, PG, പിന്നെ IAS, IPS, ഇങ്ങനെയുള്ള പല പല പരീക്ഷകൾ നടത്തുന്നു. എന്തിനാ ഈ പരീക്ഷ നടത്തുന്നത്? ഗവൺമെന്റ് നടത്തുന്നത്. അതായത് ഗവൺമെന്റ് അവർക്ക് വെച്ചിരിക്കുന്ന ജോലികൾക്ക് അവർ യോഗ്യരാണോ അല്ലയോ എന്ന് ഗവൺമെന്റ് അവരെ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ പരീക്ഷയിലൂടെ. ശരിയല്ലേ? എല്ലാവരെയും കളക്ടറാകുന്നില്ല. ആ പരീക്ഷകളുടെ എണ്ണത്തിൽ കൂടി IAS എന്ന് പറയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ആ എക്സാം പാസ്സാകുന്നവരെ മാത്രമേ അതിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അതിന്റെ അർത്ഥം ഗവൺമെന്റ് ചെക്ക് ചെയ്യാണ്, ഞങ്ങൾ വെച്ച ഈ ജോലിക്ക് ഈ വ്യക്തി യോഗ്യയാണോ. അങ്ങനെ അതല്ലേ പരീക്ഷ. ഇത് തന്നെ ദൈവരാജ്യത്തിലെ പരീക്ഷ. ദൈവരാജ്യത്തിലെ പരീക്ഷ എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിൽ മരണമില്ല. മരണമില്ലാത്ത ആ രാജ്യത്തിൽ ധാരാളം ജോലികളുണ്ട്. ആ ധാരാളം ജോലികളുള്ളപ്പോ ആ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ജോലിയിൽ നമ്മൾ യോഗ്യരാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതാണ് ഈ പരീക്ഷ. ഇതുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായവും ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായവും വായിക്കുമ്പോൾ അവിടെ താലന്തുകളുടെ ഉപമയിലൂടെ കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നിട്ടുണ്ട്. അവിടെ താലന്ത് കൊടുക്കുന്നു. ചിലർക്ക് 1 താലന്ത്, ചിലർക്ക് 2 താലന്ത്, ചിലർക്ക് 5 താലന്ത്. 1 താലന്ത് കൊടുത്ത ഒരുവൻ അത് വ്യാപാരം ചെയ്തു. എന്നിട്ട് അതുകൊണ്ട് അവൻ 5 താലന്ത് ഉണ്ടാക്കി. അപ്പോ അവനോട് അവന്റെ യജമാനൻ അവനെ ചെക്ക് ചെയ്തിട്ട് പറയുന്ന കാര്യം, അവന്റെ റിസൾട്ട് നോക്കിയിട്ട് പറയുന്ന കാര്യം, നീ ഇത്രയും നാളും അധ്വാനിച്ചില്ലേ, ഇനി അങ്ങ് റെസ്റ്റ് എടുക്ക് എന്നല്ല പറയുന്നേ. പകരം അവനോട് പറയുന്നത്, നീയെ 1 കൊണ്ട് 5 നേടിയല്ലേ, അതിന്റെ അർത്ഥം നീ നല്ലൊരു വർക്കറായിരുന്നു, വിശ്വസ്തനായ ഒരു വർക്കറായിരുന്നു അല്ലേ. അതുകൊണ്ട് നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കാൻ പോവുകയാ. ശ്രദ്ധിച്ചേ. അപ്പോ അടുത്തത് ഇനി പണി കുറയുകയല്ല, പണി കൂടുകയാ ചെയ്യുന്നേ. അപ്പോ ഈ അടുത്ത ദൈവരാജ്യം നമുക്ക് തരാൻ പോകുന്ന ജോലിയിൽ നമ്മൾ യോഗ്യരാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതാണ് പരീക്ഷ. അവിടെ നമ്മൾ തെളിയണം. ഇനി ദൈവരാജ്യം നമുക്ക് തരാൻ, അതുകൊണ്ട് 1 കൊണ്ട് 10 നേടിയവനോട് പറയുന്നു, നീ 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കെ. ലൂക്കോസ് സുവിശേഷം 19 പറയുന്നത് കേട്ടോ.
10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരി ആയിരിക്കെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് ഞാനും നിങ്ങൾ വിശ്വസ്തനായ ഒരു വർക്കറാണെങ്കിൽ നാളെ നമ്മളൊരു വർക്കറല്ല, ഒരു ഭരണാധികാരിയാണ്. ഭരണാധികാരി, വെറും ഭരണാധികാരിയല്ല. MLA MP മന്ത്രിയൊന്നുമല്ല. യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിന്റെ കീഴിൽ ഭൂമിയെ വാഴുന്ന രാജാവാണ്. ഇതുകൊണ്ടാണ് യാക്കോബ് 1:12 പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് ഒരുക്കുന്ന ജീവകിരീടം പ്രാപിക്കും. കാരണം ഈ ജീവിതത്തിലൂടെ നമ്മൾ പ്രാപിക്കേണ്ടത് ഒരു മന്ത്രി കസേരയല്ല, ഒരു MLA സീറ്റല്ല, ഒരു എഞ്ചിനീയർ സ്ഥാനമല്ല. അതൊക്കെ താൽക്കാലികമായി ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാപിക്കേണ്ടത് നിത്യമായ ജീവകിരീടമാണ്. കിരീടം, അത് വെറും തൊപ്പിയല്ല, ക്രൗണാണ്, കിരീടം. ഇവിടെ ഏത് പഠിച്ച് പാസ്സായാലും അവന് ക്രൗൺ കൊടുക്കുവോ? ഇല്ല. ചില സ്ഥാനമാനങ്ങളും ചില സ്റ്റാറുകളും ഒരു തൊപ്പിയും കൊടുക്കും, ക്രൗൺ ഇല്ല. ക്രൗൺ രാജാക്കന്മാർക്കാണ്, രാജാക്കന്മാർക്ക്. അപ്പൊ ഇതിനു വേണ്ടിയാണ് പരീക്ഷ. പരീക്ഷ കഴിഞ്ഞാൽ സ്ഥാനമാണ്, രാജാവായി മാറുകയാ. ഇതാണ് യേശുക്രിസ്തു ഉൽപ്പത്തി പുസ്തകം 1:26 പറയുന്നത്. പരീക്ഷയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. യാക്കോബ് 1:12 അവിടെ എഴുതിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ പരീക്ഷ എന്തിനാണ്? സഭയെ ഞങ്ങൾക്ക് പരീക്ഷയൊന്നും ഇല്ല എന്ന് പറയാനല്ല പരീക്ഷ. പരീക്ഷ ഉണ്ട്. അങ്ങനെ പരീക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പ്രിയ കുഞ്ഞ്, നീ തോറ്റുപോവുകയുള്ളൂ. പരീക്ഷയിൽ തോറ്റുപോകുന്നവനും പരീക്ഷ എഴുതാത്തവനും രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇതാ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അതിനു മുമ്പല്ല, കൊള്ളാവുന്നവനായി തെളിയണം. തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതിലൂടെ നമ്മൾ തെളിയിക്കണം. 1-ാം കൽപ്പന, ഇതാ എന്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നു. 2-ാം കൽപ്പന ഞാൻ അനുസരിക്കുന്നു, നിന്റെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെ സ്നേഹിപ്പിൻ എന്ന കൽപ്പന ഞാൻ അനുസരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ഒരു വാഗ്ദത്തമാണ് ജീവകിരീടം. അതായത് ഈ ജീവിതത്തിലൂടെ ഒരു കിരീടം പ്രാപിക്കണം. അതിനു വേണ്ടിയാണ് പരീക്ഷ. അങ്ങനെ ആ കിരീടം പ്രാപിച്ചാലോ ഉൽപ്പത്തി 1:26 അവരുടെ ജീവിതത്തിലൂടെ നിറവേറും. അതാണ് നമ്മളെ സംബന്ധിച്ച ദൈവത്തിന്റെ ഇഷ്ടം. ഉൽപ്പത്തി 1:26 എന്നാ പറയണേ? ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവം പറയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അവരെന്ത് ചെയ്യണം? അവർ ഭൂമിയെ വാഴട്ടെ. അവർ ഭൂമിയെ വാഴട്ടെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കട്ടെ. പക്ഷെ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കാൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, ഭൂമിയെ വാഴാൻ. പക്ഷേ പിശാചിന്റെ മിടുക്കും മനുഷ്യന്റെ അനുസരണക്കേടും നിമിത്തം ഇന്ന് മനുഷ്യനല്ല ഭൂമിയെ വാഴുന്നത്, പകരം ഈ മനുഷ്യനെ മരണം വാഴുകയാണ്. മനുഷ്യൻ ഭൂമിയെ വാഴുവാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരണം മനുഷ്യനെ വാഴും, മനുഷ്യനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ മരണമില്ല. ദൈവരാജ്യത്തിൽ മരണമില്ല. അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇതാ ഈ ഭൂമിയെ വാഴും. എന്നാൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ പരീക്ഷയുണ്ട്. ആ പരീക്ഷ എന്തിനു വേണ്ടിയാണ്? ഇതാ കുഞ്ഞെ, നിന്നെ ഈ ഭൂമി ഒരു പോലീസുകാരനോ ഒരു കളക്ടറോ അല്ല ഒരു അക്കൗണ്ടന്റോ ആക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ ഗവൺമെന്റ് നിനക്ക് പരീക്ഷ തന്ന് നിന്നെ അതിൽ കൊള്ളാവുന്നവനാണോ അല്ലേ എന്ന് തെളിയിച്ചതിന് ശേഷമേ അങ്ങോട്ടേക്ക് കയറ്റുന്നുവെങ്കിൽ, ഇതാ ഭോഷത്വമുള്ള ഗവൺമെന്റുകൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ, സർവജ്ഞാനമുള്ള ദൈവത്തിന്റെ ഗവൺമെന്റ് നമ്മളെ പരീക്ഷിച്ചിട്ടേ നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റുകയുള്ളൂ. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണത്. ഇത് മനസ്സിലാക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് പരീക്ഷ എന്ന് പറയുന്നത്? ഇതാ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ജോലിക്ക് പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അവിടെ യോഗ്യരാണോ അല്ലയോ എന്ന് തെളിയുകയാണ്. ഇതൊരു ശുശ്രൂഷയ്ക്കായാൽ ഇത് തന്നെയാണ്. അനേകർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചാടിയിറങ്ങും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചാടി ഇറങ്ങും. കാരണം ഇന്ന് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ കാണുന്നവനെല്ലാം ഉപദേശകനാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇടയായി, പ്രിയ സഹോദരൻ, ഇത് അപകടം പിടിച്ച പണിയാണ്, അടി കൂടുതൽ നീ കൊള്ളും, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാനായിട്ട്.
പറയുന്നുവെങ്കിൽ ശ്രദ്ധയോടെ പറയണം. കാരണം ഇത് നല്ല വേലയാണ്, പക്ഷെ അപ്പോൾ തന്നെ ഭയങ്കര അപകടം പിടിച്ചതുമാണ്. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ സഹോദരൻ ഞാൻ വിചാരിച്ചു ഇടറുമെന്ന്, പക്ഷെ കൃപയാൽ ഇടറിയില്ല. തുടർന്ന് അത് അക്സെപ്റ്റ് ചെയ്തു, നന്ദി പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചു. എന്നാൽ പലരും അങ്ങനെയല്ല, അവർ ഇടറും. അവർ സ്വയമാണ് അവരുടെ ഡ്രൈവർ, പരിശുദ്ധാത്മാവല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട യാക്കോബ് 3:1 പറയുന്നു, സഹോദരങ്ങളെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അധികം ശിക്ഷാവിധി വരും. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. കാണുന്നതിനൊക്കെ അങ്ങ് ഉപദേഷ്ടാവാണ്. ഉപദേശിച്ച നല്ല കാര്യം, പക്ഷെ പറയുന്നത് വചനാനുസൃതമായിരിക്കണം, വ്യക്തമായി മനസ്സിലാക്കണം. ദർശനം അറിയാതെ നമ്മൾ കാര്യങ്ങളിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും. വ്യക്തമായി എന്താണ് ആ ദർശനം, അതായത് ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളുടെ അജ്ഞത മൂലം പലതും കയറി വരും. പിശാച് നമ്മളെ അവിടെ അങ്ങനെ ഉപയോഗിക്കാനിടയാകും. നമ്മുടെ വാക്ക് കേട്ട് ജനം തെറ്റിപ്പോകാനിടയാകും. അപ്പോ ദൈവം നമ്മളെ ഓരോരുത്തരെയും പരീക്ഷിക്കും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശുശ്രൂഷയ്ക്കും അങ്ങനെ ഒരു ഫലമുണ്ട്. 1 തിമോത്തി 1:12 ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കുക, പെട്ടെന്ന് ചാടിക്കയറി ശുശ്രൂഷയ്ക്ക് പോകാൻ പാടില്ല. ദൈവം ഒരു നാൾ അവനെ പരിശോധിക്കും, പരീക്ഷിക്കും. അത് പല ടൈപ്പ് പരീക്ഷകളുണ്ട്. കർത്താവ് യേശു ശുശ്രൂഷ കേൾക്കുന്നതിന് മുമ്പ് ആത്മാവ് യേശുവിനെ പരീക്ഷിക്കാൻ, പിശാചിനെ പരീക്ഷിക്കാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അത് ധനപരമായ പരീക്ഷയുണ്ട്, പ്രശസ്തിയുടെ പരീക്ഷയുണ്ട്, പല ടൈപ്പ് ഉണ്ട്. അവിടെ ഇവിടെ എവിടെ എഴുതിയിരിക്കുകയാണ്, വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുക, എനിക്ക് ശക്തി 1 തിമോത്തി 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പൊ എന്തിനു ശേഷമാണ് ശുശ്രൂഷയ്ക്ക് ആക്കിയത്? വിശ്വസ്തനെന്ന് എണ്ണിയതിനു ശേഷമാണ് ശുശ്രൂഷയ്ക്ക് ആക്കിയത്. ആരാക്കിയത്? യേശു ആക്കിയത്. അപ്പൊ ഇന്ന് പലപ്പോഴും കാണുന്നോ, നമുക്ക് നല്ലവർക്കും നമ്മളെ ചുമ്മാ കയറി ആകുകയാണ്. അങ്ങനെ ആകരുത്. യേശു നമ്മളെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് റിസൾട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള വാ തുറന്നാൽ പ്രിയ സഹോദരങ്ങളെ, ജീവന്റെ അരുവികൾ അതിലൂടെ കടന്നു വരും. അതിലൂടെ ഇതാ മരിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ അത് ജീവനാക്കി മാറ്റുവാനായിട്ട് ഇടയാകും. അപ്പോൾ വിശ്വസ്തനെന്ന് എണ്ണണം. ഇതാ വിശ്വസ്തനെന്ന് എണ്ണുവാനായിട്ട് അതിനു മുമ്പ് എന്ത് വേണം? ഓ ലോർഡ്, ഐ ലവ് യു. ഇതാ 1 തെസ്സലോനിക്കർ 2:4 അതിനു മുമ്പ് തെളിയണം വിശ്വസ്തരായി. അവരെഴുതിയിരിക്കുകയാണ്, ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. കണ്ടോ? അപ്പൊ വിശ്വസ്തരായി എണ്ണിയത് എപ്പോഴാ? സുവിശേഷം പരമേൽപ്പിക്കേണ്ടത് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞു. താഴേക്ക് എഴുതിയിരിക്കുകയാണ്, തെളിഞ്ഞതുപോലെ. അതെങ്ങനെയാണ്? ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ മുകളിലുള്ള വ്യക്തികളെ പ്രസാദിപ്പിക്കാൻ പോകുന്നില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യര് നിങ്ങളെ വെറുക്കും, യേശുവിനെ വെറുത്തതുപോലെ. അന്നത്തെ മഹാപുരോഹിതനും കയ്യഫാവും അതോടൊപ്പം തന്നെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഇതാ എല്ലാവരും യേശുവിനെ വെറുത്തില്ലേ? സ്വന്തം കുടുംബം പോലും ഇവൻ പ്രശസ്തനാകാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാ എല്ലാവരും യേശുവിനെ വെറുക്കുകയാണ്. കാരണം യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് മാത്രം കീഴടങ്ങി നിൽക്കുകയാണ്. അതിനെതിരെ പിശാച് കൊണ്ടുപോകുന്ന ഒരു ഭൂമിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് മനുഷ്യർ നിങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ നിങ്ങൾ അവർക്കൊത്തവണ്ണം സംസാരിക്കണം. അവർക്കൊത്തവണ്ണം നിങ്ങൾ സംസാരിക്കാതാകുമ്പോൾ അവർ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യും. അവരുടെ മതവും സംഘടനയും ഇന്റർനാഷണൽ ഗ്രൂപ്പും വേറെ ഉണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കും. പക്ഷെ അവരെ എത്ര ഒരുമിച്ച് നിന്നാലോ പ്രിയ സഹോദരങ്ങളെ, ദൈവവും നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഭൂരിപക്ഷം. നിങ്ങൾ വീടില്ല. നിങ്ങളുടെ ഈ ശ്വാസം പോകുമ്പോഴും ഇതാ നിങ്ങൾ പുതിയ സൃഷ്ടിയിൽ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. ദൈവം നിങ്ങളെ 2 കൈ ചേർത്ത് സ്വീകരിക്കും. സ്റ്റീഫനെ സ്വീകരിച്ചതുപോലെ. സ്റ്റീഫനെ മതമെല്ലാം കല്ലെടുത്ത് എറിയുകയാണ് യഹൂദന്മാര്. ഇവൻ നശിച്ചു പോകട്ടെ, ഇവൻ ഇനി ഭൂമിയിൽ കണ്ടുകൂടാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പിതാവിന്റെ വലതുഭാഗത്തെ കർത്താവ് യേശു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സ്റ്റീഫനെ സ്വീകരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അദൃശ്യമായത് നാം കാണുവാൻ തുടങ്ങണം. എങ്കിൽ നമുക്ക് അസാധ്യമായത് ചെയ്യുവാൻ കഴിയും. അല്ലെങ്കിൽ ദൃശ്യമായത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ പേടിച്ചു പോകത്തേ ഉള്ളൂ.
മോശയെ കുറിച്ച് പറയുന്നു, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ മോശ ഉറച്ചു നിന്നു. അതുകൊണ്ട് ദൃശ്യമായ ഫറവോയുടെ ആ കോപം ഭയപ്പെടാതെ അവൻ നിലകൊണ്ടു. അന്ത്യനാളുകളിൽ ഇതാ ലോകം മുഴുവൻ പ്രിയമക്കളെ നിങ്ങളെ പേടിപ്പിക്കും, നമ്മളെ പേടിപ്പിക്കും, പല നിയമങ്ങളിലൂടെ, പല വിഷയങ്ങളിലൂടെ. പക്ഷെ ഇവിടെ അദൃശ്യമായ ദൈവത്തിനെ കണ്ടതുപോലെയല്ല, കണ്ടറച്ചു നിൽക്കണം, കണ്ടറച്ചു നിൽക്കണം. അവിടെയാണ് നമ്മുടെ ജയം, അവിടെയാണ് നമ്മുടെ ജയം. സ്റ്റീഫനെ പോലെ ഇതാ താൻ ആ പ്രതികൂലത്തിന് നടുവിൽ തന്റെ സഹോദരങ്ങളെ തന്നെ കല്ലെറിയുന്നത്. ഇന്ന് കർത്താവിനോട് കൂടെ പ്രിയ മകനെ, പ്രിയ മകളെ, നീ നിന്നെ കല്ലെറിയുന്ന ഉറപ്പാണ്, അവൻ നിന്നെ പുറത്താക്കി. ഇതുകൊണ്ടാണ് യോഹന്നാൻ 16 കർത്താവ് യേശു പറഞ്ഞത്, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഇതുകൊണ്ട് നീ ചഞ്ചലപ്പെടരുത്. ഇതാ ഞാൻ നിന്നെ മുൻകൂട്ടി ഞാൻ നിന്നോട് പറയുന്നു, നിന്നെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നാഴിക വരുന്നു. പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോയ ഒരു തലം നമ്മുടെ മധ്യമുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ വളരെ ചുരുക്കം പേർ മാത്രം ഇതാ കർത്താവിനെ അനുഗമിച്ച് കർത്താവിന്റെ വഴികൾ നടക്കുന്ന വളരെ ചുരുക്കം പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോ മനസ്സിലാക്കി പരീക്ഷ എന്തുകൊണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ട് ഇന്ന് സഭാമണ്ഡലം പരീക്ഷയെ കുറിച്ച് പറയുന്നില്ല. അവർ ആരാധനയെ കുറിച്ചോ അഭിഷേകത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അപ്പസ്തലപ്രവൃത്തി, സുവിശേഷീകരണത്തെ കുറിച്ച്. അപ്പസ്തലപ്രവൃത്തി കഴിഞ്ഞിട്ട് വേണം ലേഖനങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഉയരത്തിലേക്ക് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിലാണ് ജയിക്കുന്നതിന് അവകാശമാണ്. അപ്പോൾ ഇത് ഒരു റൂട്ടാണ്, ഒരു യാത്രയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രാപിച്ചെന്നല്ല, പ്രാപിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. പക്ഷെ നമ്മളിന്ന് ചുറ്റും കേൾക്കുന്നത് എവരിത്തിങ് ഫിനിഷ്ഡ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി യാഗമായതോട് കൂടെ നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു ജയവും വേണ്ട. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ തെറ്റായ സന്ദേശത്തിൽ കുടുങ്ങി പോകരുത്. യേശുവാണ് നമ്മുടെ മാതൃക. യേശു പറയുന്നു, ആത്മാവ് പറയുന്നു, സഭയിലുള്ളവനോടാ പറയുന്നത്, യേശുവിന്റെ പൂർത്തീകരണ പ്രവർത്തനം വിശ്വസിച്ചവരോടാണ് പറയുന്നത്. ഇതാ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അതിനു മുമ്പ് പറയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. അതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? പിന്നെ പരീക്ഷയുണ്ട്. പരീക്ഷയിൽ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെയല്ല വിശ്വസിക്കേണ്ട, ലോകത്ത് കേൾക്കുന്ന വാക്കുകളല്ല വിശ്വസിക്കേണ്ട. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു എന്താണോ പറഞ്ഞത്, ആദ്യ ദീപം പോലെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കത്തി നിൽക്കട്ടെ. അതിൽ നിങ്ങൾ തുടർന്ന് നിങ്ങൾ മനസ്സുപുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ തയ്യാറാകുമ്പോ ഇതാ നിങ്ങളുടെ മനസ്സെന്ന ആ ബോർഡിനെ നിങ്ങൾ കഴുകി ശുദ്ധീകരിക്കുകയാണ്. അതിനെ കഴുകി ശുദ്ധീകരിച്ചാൽ പിന്നെ ആ ബോർഡിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മനസ്സിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. അതെല്ലാം വെളിപ്പെട്ടു വരും. ഇതുകൊണ്ട് ദൈവത്തിന്റെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത്, നാം വീണ്ടും ഇതാ ഭയപ്പെടേണ്ടതിന് ലോകത്തിന്റെ ആത്മാവിനെ എല്ലാം നാം പ്രാപിച്ചിരിക്കുന്നത്. റോമലേഖനം ചേർത്ത് പറയുക, പകരം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയും നാം പ്രാപിച്ചിരിക്കുന്നത്. എന്തിനാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യഹൃദയോ അത് നിരൂപിച്ചിട്ടുമില്ല. എങ്കിലും ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ മനസ്സാകുന്ന സ്ലേറ്റിൽ എഴുതി കൊടുക്കുന്നു. അതിനത്രേ ദൈവത്തിനുള്ള ആത്മാവിനെ നാം പ്രാപിച്ചത്. ആ ആത്മാവിനാൽ നാം നയിക്കപ്പെടണം. നമ്മുടെ പുതിയ ഡ്രൈവർ, പൈലറ്റ് KSRTC ഡ്രൈവർ അല്ല. KSRTC ഡ്രൈവർ നമ്മുടെ താഴെ റോഡിൽ കൂടി മാത്രമേ കൊണ്ടുപോകുള്ളൂ, നമ്മുടെ സ്വയം. എന്നാൽ നമ്മുടെ പുതിയ പൈലറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നതാ. നമ്മൾ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പുതിയ സൃഷ്ടിയുടെ മണ്ഡലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ സ്വർഗത്തിൽ നമ്മളെ സഹായിച്ചു. എന്തുകൊണ്ടാണ് പരീക്ഷ എന്നും നാം കേൾക്കുകയുണ്ടായി. ഇനി അടുത്ത ചോദ്യം, അത് കുറച്ച് നീണ്ട ഒരു സംഭവമാണ്. പറയുവാനായിട്ട് ചില സമയങ്ങൾ ആവശ്യമാണ്. Lord, I love you. ഇന്നലത്തെ അതിന് താഴെ എഴുതിയിട്ടതാണ്, പരീക്ഷയുടെ പിന്നിലെ ഉദ്ദേശം നന്മയല്ലേ, പ്രലോഭനമല്ലേ മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്നത്? പിശാച് എന്തിനാണ് പരീക്ഷിക്കുന്നത്? ഇതെല്ലാം കൂടി പറയാനുള്ള സമയമില്ല.
പരീക്ഷയുടെ പിന്നിലെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പരീക്ഷിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ അല്ലയോ, ഇത് അറിഞ്ഞിട്ട് വേണം കാര്യങ്ങളിലേക്ക്, ദൈവം ഉദ്ദേശിച്ച വേലയിലേക്ക് നമ്മൾ നടത്തുവാനായിട്ട്. ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് നിങ്ങൾക്ക് അറിയിക്കാം. അതായത് കർത്താവായ യേശു ക്രിസ്തു ഏകദേശം 3.5 വർഷത്തോളം ശിഷ്യന്മാരെ പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, കിങ്ഡം എല്ലാം പഠിപ്പിച്ചു. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ശിഷ്യന്മാർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷം യേശു ക്രിസ്തു കടന്നുപോയി. അത് കഴിഞ്ഞപ്പോ കുറച്ചാൾ അനക്കമൊന്നുമില്ല. അപ്പൊ പത്രോസും പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ. അപ്പൊ മനുഷ്യരെ ആക്കിയാണ് കഴിഞ്ഞ 3 വർഷം നിന്നത്. അപ്പൊ പത്രോസ് പറയാ, ഞാൻ മീൻ പിടിക്കാൻ പോവാ. അപ്പൊ കൂടെ ഉണ്ടായിരുന്നവരെ കൂടി പത്രോസിനെ പോലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങളും വരുന്നു. അങ്ങനെ ഒരു മീൻ പിടിക്കാൻ പോയി. അവർക്ക് 153 അന്ന് വലിയ മത്സ്യങ്ങൾ കിട്ടിയെന്ന് അവിടെ പറയുന്നത്. അപ്പൊ ഇവർ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോ യേശു കരയില് ഇവർക്ക് വേണ്ടി, ഇത് ആ മീനല്ല, യേശുവിന്റെ കയ്യിലെ മീനുണ്ടായിരുന്നു. യേശു മീനൊക്കെ ചുട്ട് നല്ല തന്തൂരി ഫിഷൊക്കെ ചുട്ട് റെഡിയാക്കി അവരോട് പറഞ്ഞ്, മക്കളെ വാ കഴിക്ക എന്ന് പറഞ്ഞ് പരുന്ന രംഗമാണ്. അപ്പോൾ ഇവര് 153 വലിയ മത്സ്യങ്ങളെ പിടിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ പത്രോസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഇവരിലധികം എന്നാ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഇവയിലധികം. അതായത് ഈ 153 വലിയ മത്സ്യങ്ങളാണ്, അതാണ് അവരുടെ ധനം. ഇപ്പോ ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവയിലധികം, ദീസ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. ഇവയിലധികമായി പത്രോസ് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും കർത്താവ് ചോദിച്ചു, ഇവയിലധികമായി സ്നേഹിക്കുന്നു. അത് രണ്ടാമത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ വല്ലാതെയായി. പുള്ളിക്കാരൻ പറഞ്ഞു, സ്നേഹിക്കുന്നു. വീണ്ടും കർത്താവ് ചോദിച്ചു, ഇവയിലധികം, ഇതാണല്ലോ ഇപ്പൊ നിന്റെ സമ്പത്ത്, ഈ മീന്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അദ്ദേഹം പൊട്ടി, ശരിക്കും ഹൃദയം കൊണ്ട് പൊട്ടി. അതിന്റെ പുറം മനുഷ്യൻ പൊട്ടുകയാണ്. ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കർത്താവെ അങ്ങ് അറിയുന്നതാണോ? അവിടെയാണ് കർത്താവ് പറയാനായിട്ടിടെ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. കാരണം ആ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുമ്പോഴാണ് ഇതാ യഥാർത്ഥത്തിൽ ആ യജമാനോടുള്ള സ്നേഹമാണ് യജമാന്റെ പ്രോപ്പർട്ടിയെ നമ്മുടെ കയ്യിൽ വരമേൽപ്പിക്കുന്നത്. യജമാനോട് സ്നേഹമില്ലാത്തവൻ ആ പ്രോപ്പർട്ടിയെ നശിപ്പിച്ചു കളയും. നമുക്ക് ഒരിക്കലും നമ്മൾ താലന്തിന്റെ കഥ പഠിക്കുമ്പോൾ പറയാം, നീയെ വിതയ്ക്കാത്തോടത്തുനിന്ന് കൊയ്യുന്നവനും എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, നിന്റെ പ്രോപ്പർട്ടി വ്യാപാരം ചെയ്തില്ല, കുഴിച്ചിട്ടു. കാരണം യജമാനോട് നല്ല അഭിപ്രായം ഇല്ല എങ്കിൽ യജമാന്റെ പ്രോപ്പർട്ടിയെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഇതാ പരീക്ഷയുടെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ ഇനി നിത്യമായി ഏൽപ്പിക്കുന്ന വലിയ പദ്ധതിയാവുള്ളത്, അതിലേക്ക് നമ്മൾ യോഗ്യരാണോ അല്ലയോ എന്ന് നമ്മളെ നോക്കുകയാണ്. ഇനി ഇവിടെ പറയുന്ന പ്രലോഭനമല്ലേ മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്നത്. ഇതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം. പ്രലോഭനമല്ലയോ മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, മലയാളത്തിൽ ഒരു പരീക്ഷ എന്നും പ്രലോഭനം ഒന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത് പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് പരീക്ഷ എന്നാണെങ്കിലും ടെംപ്റ്റേഷൻ എന്നാണെങ്കിലും ടെസ്റ്റ് എന്നാണെന്നുണ്ടെങ്കിലും, ഇതിനൊക്കെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക്, ഇത് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് പിരാസ്മോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അവിടെ ഒരു രണ്ടിനും, ടെംപ്റ്റേഷനും ടെസ്റ്റിനും ഒക്കെ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ഗ്രീക്കിൽ വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മലയാളത്തിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഉയർത്താനാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ആ കിരീടം, ആ ജോലിയെ നമ്മൾ ഏറ്റെടുക്കാനാണ്. പക്ഷെ പിശാച് പരീക്ഷിക്കുന്നു. ആ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ പേരിടാം, പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനാണ്.
അപ്പോ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ ഉയർത്താനാണ്. പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളെ വീഴ്ത്താനാണ്. ഇത് രണ്ടും ഒരു സമയത്താണ് വരുന്നത്. ഒന്ന് ഗവൺമെന്റ് നടത്തുന്നു, അതാണ് പരീക്ഷ. എന്നാൽ പ്രലോഭനം അത് ഈ ഗവൺമെന്റിന്റെ ശത്രുവായ പിശാച് നടത്തുന്നു. ഈ ഭൂമിയിലെ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കാണുവാൻ കഴിയും +2 പരീക്ഷ, SSLC പരീക്ഷ, ഡിഗ്രി പരീക്ഷ എല്ലാം ഇല്ലേ? ഇതാ ഒരു ഡിഗ്രി പരീക്ഷ എന്ന് ചിന്തിച്ച്, ആ ഡിഗ്രി പരീക്ഷയിൽ കുഞ്ഞുങ്ങൾ അറ്റൻഡ് ചെയ്യുക, അതിന്റെ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുക. ഗവൺമെന്റ് എന്തിനാ ഈ ഡിഗ്രി പരീക്ഷ വെച്ചിരിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനാണോ അവർ ഉയർത്താനാണോ? അവർ ഉയർത്താനാണ് അല്ലേ? അപ്പോ ഗവൺമെന്റ് പരീക്ഷ വെച്ചത് അതിനെ ഉയർത്താനാണ്, ആ കുഞ്ഞുങ്ങളെ ഉയർത്താനാണ്. ആ പരീക്ഷ ജയിക്കുന്നവൻ അവന് ഇന്ന കാര്യങ്ങൾ അവൻ ഉയർത്താനാണ്. പക്ഷേ ഇതിലൊരു കുട്ടി സങ്കല്പിക്കേ, അവന് ചില ചീത്ത കൂട്ടുകെട്ടൊക്കെ ഉണ്ടായി, അവൻ കുറച്ച് ഉഴപ്പി നടന്നു. അപ്പോ കൂട്ടുകാരെ പറഞ്ഞു, എടാ നമുക്ക് ഉഴപ്പാടാ. അയ്യോ അപ്പൊ പരീക്ഷ, പരീക്ഷയൊക്കെ വരുമ്പോ അതിൽ ജയിക്കാൻ മാർഗമൊക്കെ ഉണ്ടോ? അതെന്തുവാ? കോപ്പി അടിക്കാന്നേ. ഇതൊന്നൊരു വിഷയമല്ല, ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണോ? ആണോ? എന്നാ പിന്നെ അവരുടെ കൂടെ ഇതാ സിനിമയ്ക്കും പോയി മറ്റു പലതിനൊക്കെ പോയി കറങ്ങി അടിച്ച് നടന്നു. പരീക്ഷ വന്നപ്പോ ഇതാ ഗവൺമെന്റ് പരീക്ഷ വെച്ചെന്തിനാ? ഇവനെ ഉയർത്താനാ അല്ലേ? പരീക്ഷ വന്നപ്പോ ഇവന് കിട്ടിയ ആ ഇൻഫർമേഷൻ, ചീത്ത കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, അതുകൊണ്ട് ഇവൻ കുറച്ച് തുണ്ട് കടലാസിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വന്ന് എല്ലാം പോക്കറ്റിലും വയറിന്റെ അവിടെ ഇവിടെ ഒക്കെ ഫിറ്റ് ചെയ്ത് വന്നു. ഇതാ പരീക്ഷ വന്നപ്പോ ചോദ്യങ്ങൾ വന്നു. ഇതാ ആ ചോദ്യങ്ങൾ എഴുതുകയെ. എന്തിനാ ചോദ്യങ്ങൾ എഴുതിയിട്ട്? ഗവൺമെന്റ് ആ പരീക്ഷ വെച്ചത് ഇവനെ പിടിക്കാൻ വേണ്ടിയല്ല, ഇവനെ ഉയർത്താനാ. പക്ഷേ ഇവന്റെ അകത്ത് ചീത്ത കൂട്ടുകെട്ടിൽ നിന്നുള്ള പ്രലോഭനം ഉണ്ടായിട്ട് ഇവൻ ആ തുണ്ടുകടലാസിൽ എഴുതിയത് അതെടുത്ത് പയ്യെ നിവർത്തി ആൻസർ ഷീറ്റിൽ എഴുതാൻ തുടങ്ങി. കുറച്ചങ്ങ് എഴുതി വന്നപ്പോ അങ്ങ് ദൂരെ ഇതാ എക്സാമിനർ CCTVയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് അവനെ പിടിച്ചു, അവനെ ഡീബാർ ചെയ്തു. ശ്രദ്ധിച്ചേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവൻ ഉയർന്നോ? ഇല്ല, അവനെ ഇപ്പൊ പിടിക്കപ്പെട്ടു. ഗവൺമെന്റ് പരീക്ഷ വെച്ചത് അവനെ ഉയർത്താൻ വേണ്ടിയാ. പക്ഷേ അവൻ ചീത്ത കൂട്ടുകെട്ടുകളാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് അവനിപ്പോ ഉയരേണ്ടതിന് പകരം അവൻ ഇപ്പോ ഇതാ നാശത്തിലേക്ക് പോയി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ഇങ്ങനെ കോപ്പി അടിക്കണമെന്നോ ചീത്തയൊന്നും ദൈവം പറയുന്നില്ല. ഗവൺമെന്റ് പരീക്ഷ വെച്ചത്, ദൈവം പരീക്ഷ വെച്ചത് നിന്നെ ഉയർത്താനാണ്, നിനക്ക് കിരീടം തരാനാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ പരീക്ഷ ജയിച്ച ശേഷം അവന് കിരീടം കിട്ടും. ഇതിനു വേണ്ടിയാണ് ഗവൺമെന്റ് പരീക്ഷ വെച്ചത്. ദൈവം ദോഷങ്ങളാലല്ല, നന്മകളാലാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. പക്ഷേ ഇതാ പിശാച് പ്രലോഭിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ജഡത്തിന്റെ ചിന്തകളെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ലോകത്തിന്റെ സ്നേഹത്തെ നമ്മുടെ അകത്തേക്ക് ഇട്ടു തന്ന് മോഹത്തെ ഗർഭം ധരിക്കും. ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ഉണ്ടാക്കും. അത് ദൈവമല്ല ചെയ്യുന്നത്, അത് അവനവന്റെ ഉള്ളിൽ മോഹം പുറത്തുനിന്ന് പിശാച് അവരെ പ്രേരിപ്പിച്ച് ഇട്ടുകൊടുക്കുക, ശത്രു പ്രേരിപ്പിച്ച് ഇട്ടുകൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ആ പരീക്ഷയെക്കുറിച്ച് പറയുന്ന യാക്കോബിന്റെ ലേഖനത്തില് ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ടെങ്കിലും യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ലോർഡ് ഐ ലവ് യു. അവർ എഴുതിയിരിക്കുന്നത് അതിന്റെ 14-ാം വാക്യത്തിൽ, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഇതാണ് പിശാചിന്റെ ഭാഗം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാനിരുന്നോ, ഉടനെ തന്നെ പിശാച് പല പല ചീത്ത ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടിട്ടുകൊണ്ടേയിരിക്കും. അതെന്തോ സംഭവം? അവിടെ ഒരു ടെസ്റ്റ് നടക്കുക, ഒരു യുദ്ധം നടക്കുക, ഒരു പരീക്ഷ നടക്കുക, നിങ്ങളെ വശീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ എഴുതിയിരിക്കുകയാണ്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച്. അപ്പോ മോഹമാണ്, ജഡത്തിന്റെ ചിന്ത നമ്മുടെ ഉള്ളിൽ മോഹം ഉണ്ടാക്കുന്നു.
മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പൊ ഗവൺമെന്റ് നമുക്ക് പരീക്ഷ തന്നത് നമ്മളെ ഉയർത്താനാണ്. പക്ഷെ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളെ മരണത്തിൽ കൊണ്ടെത്തിക്കാനാണ്. ശ്രദ്ധിച്ചേ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വ്യക്തമായ ഒരു ബോധം വേണം. ഈ പരീക്ഷയുടെ റിസൾട്ട് രണ്ടാണ്. ഒന്ന്, പരീക്ഷയുടെ റിസൾട്ട് നമ്മൾ നിത്യമായ ജീവനിൽ കടക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ പ്രലോഭനത്തിലൂടെ സംഭവിക്കുന്നത് നാം ജഡത്തിന്റെ ചിന്തയെ പ്രവർത്തിപ്പിക്കുകയും മോഹം ഗർഭം ധരിക്കുകയും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയും പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുകയും ചെയ്യും. ഒന്ന്, ദൈവം നമ്മളെ നിത്യജീവനിലേക്ക് എത്തിക്കും പരീക്ഷയിലൂടെ. പിശാച് നമ്മളെ നിത്യമരണത്തിലേക്ക് എത്തിക്കും പ്രലോഭനത്തിലൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തകൾ മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോ ഇന്നലെ കെട്ടിയ 5 കല്ലിന്റെ മുകളില് ഇതാ വീണ്ടും അടുത്ത ഒരു 5 കല്ലും കൂടി കെട്ടും. ഇനിയും കെട്ടാനുണ്ട്. എല്ലാവരും ഒരുമിച്ച് കെട്ടിയാൽ താഴെ വീണു പോകും. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ ധ്യാനിക്കുക. ബൈബിൾ നോക്കിയത് അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പിക്കുക. വേറെ ആരോടും ചോദിക്കേണ്ട, മുട്ടുമേ നിൽക്കുക, ബൈബിൾ തുറക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ചെയ്യും. അങ്ങനെ ആത്മാവിൽ നടക്കാൻ ശീലിക്കുക. ഒറ്റയടിക്കല്ല ഒരു കുഞ്ഞ് നടക്കുന്നത്. കുഞ്ഞ് നടക്കാൻ ശ്രമിക്കാം. ആദ്യം നിവർന്ന് കിടക്കുന്ന കുഞ്ഞ് കമന്ന് വീഴും, പിന്നെ മുട്ടേ പൊങ്ങും, പിന്നെ എഴുന്നേറ്റ് നിൽക്കും, ഇതിനിടെ വീണ്ടും വീഴും, പിന്നെ ഒരു കാല് വയ്ക്കും, 2 കാല് വയ്ക്കും, വീഴും. അപ്പോ ആത്മാവാൻ നയിക്കുവാൻ നടത്തുവാൻ പഠിക്കുന്നത് ഇറ്റ്സ് എ പ്രോസസ്, ഒരു കോഴ്സാണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ നടപ്പിന്റെ ഇടയിൽ ഏറ്റവും ശത്രുത ഉണ്ടാക്കുന്നത് അന്യ ഉപദേശങ്ങളാണ്. അന്യ ഉപദേശങ്ങളെ കേൾക്കാൻ പോകരുത്. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ബൈബിൾ തുറക്കുക, കർത്താവിന്റെ ആത്മാവിൽ നിന്ന് കേൾക്കുക. എന്നിട്ട് അതിവേഗം, നേരത്തെ കേട്ടല്ലോ, ഇതാ നമ്മൾ പോകേണ്ട മണ്ഡലം എന്ന് പറയുന്നത് ആ ലേഖനത്തിലൂടെ വീണ്ടും ഭൂമിയിലുള്ള ചിന്തിച്ചു പോവുകയല്ല. അവിടെ നിന്ന് നമ്മുടെ ഷിഫ്റ്റ് നടക്കണം. അവിടെ നമ്മൾ ഉയരത്തിലേക്കുള്ള ഷിഫ്റ്റ് നടക്കണം. നമ്മുടെ ഡ്രൈവർ മാറണം. ഡ്രൈവർ മാറിയില്ലെങ്കിൽ നമ്മൾ അപകടമാണ്. വീണ്ടും ഇതേ തലത്തിൽ പോകും. ഈ ലോകത്തിലുള്ളവരെ പ്രസാരിപ്പിച്ച് അവിടുത്തെ കമ്മിറ്റിയും അയാളെ പുകഴ്ത്തി പറഞ്ഞത് ഇയാളെ പുകഴ്ത്തി പറഞ്ഞത്, ആരും നമ്മളെ പുകഴ്ത്തി പറയണ്ട. നമ്മുടെ കർത്താവിന്റെ പ്രശംസ മതി നമുക്ക്. ആരുടെയും തംസപ്പ് നമുക്ക് വേണ്ട. കർത്താവിന്റെ തംസപ്പ് മതി. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന് വചനം പറയുന്നു കൊള്ളാവുന്നവരായി തെളിയുന്നത്. നാം നേരത്തെ കേൾക്കുവാനായിട്ട് ഇടയായല്ലോ പ്രിയ സഹോദരങ്ങളെ. വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷ ഏൽക്കുന്നതിനെ കൊള്ളാവുന്നവരായി വിശ്വസ്തരായി തെളിഞ്ഞതുപോലെ. ഞങ്ങൾ മനുഷ്യരെയല്ല സന്തോഷിപ്പിക്കുന്നത്, ഞങ്ങളെ അയച്ച ദൈവത്തെയാണ് സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു തലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. അന്ത്യകാലമാണ്. നമ്മൾ ഓരോരുത്തരും അവനവന്റെ പാത്രത്തെ നേടുവാൻ. ഇതിപ്പോ പ്രിയ സഹോദരങ്ങളെ, എന്റെ ഭാര്യ ജയിച്ചതുകൊണ്ട് എനിക്ക് ഗുണമില്ല. ഞാൻ ജയിച്ചാൽ എനിക്ക് ഗുണമുള്ളൂ. നിങ്ങൾ ഇതാ പലരും കാണുന്നു, കേൾക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ജയിച്ചാൽ അവനവനെ ഗുണമുള്ളൂ. അതുകൊണ്ട് അവനവന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ നാളുകളിൽ മനുഷ്യരെയല്ല ദൈവത്തെ പ്രസാദിപ്പാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിന് സമർപ്പിക്കാം. ഒരു ഇൻഫർമേഷൻ മാത്രമായി തീരാതെ, ഒരറിവ് മാത്രമായി തീരാതെ നമ്മുടെ ജീവിതമായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വകീയ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. റൂട്ട് മാറിപ്പോയ സഹോദരങ്ങളെ പോലെ കർത്താവേ, ഞങ്ങൾ അവസാനിക്കാതെ സ്വയത്താൽ ഡ്രൈവ് ചെയ്യുന്ന തലത്തിൽ നിന്ന് ഞങ്ങളെ അങ്ങ് മാറ്റി ആത്മാവാൽ, ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാക്കി മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ ഒരു തലത്തിലേക്ക് എത്താത്ത കുഞ്ഞുങ്ങൾ ഈ ശബ്ദ കാഴ്ചവൃതിയിൽ ഉണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നല്ല നാഥ, അവരെല്ലാവരും അങ്ങ് ഉപദേശിച്ചു കൊടുത്തതുപോലെ ഒരു കൊച്ചു കുഞ്ഞ് നടക്കുവാൻ പഠിക്കുന്നത് പോലെ, ഓടുവാൻ പഠിക്കുന്നത് പോലെ അവരെയും അങ്ങ് കൈക്ക് പിടിച്ച് പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മർമ്മത്തിനായി നന്ദിയോടെ സ്തോത്രമപ്പ. ഒരു ബസ് എയർ ബസ് ആകുമ്പോൾ അതിന്റെ ഡ്രൈവറുടെ ചിന്തകൾ മാറ്റം വരുന്നത് പോലെ, ഡ്രൈവർ മാറുന്നത് പോലെ
മനുഷ്യനെ സ്വയം നയിച്ചു. എന്നാൽ മനുഷ്യരായി ഞങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ദൈവപുത്രനാകുവാനുള്ള അധികാരം നൽകി. ഒരു ദൈവപുത്രനെ ദൈവത്തിന്റെ ആത്മാവത്രേ നയിക്കുന്നത്. ഒരു ബസ് ഡ്രൈവർ പൈലറ്റായി മാറുന്നത് പോലെ ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പാൻ അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. എന്തുകൊണ്ട് സഭകൾ പരീക്ഷയെക്കുറിച്ച് പറയുന്നില്ല എന്നതിന് അങ്ങ് ഞങ്ങൾക്ക് തന്ന ഉത്തരത്തിനായി നന്ദി. അവർ വീണ്ടും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ലേഖനങ്ങളിലെ ഉപദേശങ്ങളിലൂടെ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിക്കാൻ പറഞ്ഞിട്ടും, ഭൂമിയിലുള്ള ചിന്തിക്കുന്നതിന് നാശമാണെന്ന് പറഞ്ഞിട്ടും അവർ അതിനെ കൂട്ടാക്കാതെ വീണ്ടും ഭൂമിയിലുള്ള തന്നെ ചിന്തിച്ചുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കാതെ സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവൃത്തി, ലേഖനങ്ങൾ, അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിന്റെ തലത്തിലേക്ക് എത്താതെ അവർ വീണ്ടും താഴെ തന്നെ നിൽക്കുന്നു. എവറിത്തിങ് ഫിനിഷ്ഡ് എന്ന് അവർ പറയുന്നു. എന്നാൽ കർത്താവ് സഭയെ നോക്കി പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നു എന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതൊന്ന് ലോകത്ത് കേൾക്കുന്നില്ല. ജയിക്കുന്നവനിത് അവകാശമാക്കും, അത് ലോകത്ത് കേൾക്കുന്നില്ല. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ അങ്ങ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പരീക്ഷ അത് ഒട്ടും കേൾക്കുന്നുമില്ല. പ്രിയ പിതാവേ, അങ്ങ് അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഈ നാളുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ആരും നഷ്ടപ്പെടാതെ എല്ലാവരും കർത്താവെ അങ്ങേ അനുഗമിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വെച്ചിട്ടുള്ള ആ നല്ല കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന് ഞങ്ങൾ ഓരോരുത്തരും അങ്ങിൽ പിതാവിലേക്ക് എത്തിച്ചേരുവോ ഞങ്ങളെ സഹായിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെല്ലാം കർത്താവെ മാറിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ആരും നഷ്ടപ്പെടാതെ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് ചേർക്കണമേ. അങ്ങനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഈ മനുഷ്യനെ അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ ആത്മാവ് പിടിച്ചിരിക്കുക. നന്ദിയോടെ സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വലിയ ദയയാണ് കർത്താവ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ നാളുകളിൽ ദൈവത്തെ അനുസരിച്ച് കർത്താവിനെ അനുഗമിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ആത്മാവിന്റെ സ്വരം കേൾക്കാൻ പ്രാർത്ഥനയോടെ നമ്മുടെ ഹൃദയമാകുന്ന ആ ബോർഡ് ക്ലീൻ ചെയ്ത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ ക്ലീൻ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒരുക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും ദൈവനോദിക്കാൻ കാണാം. പ്രൈസ് ദി ലോർഡ്.